നമ്മളെല്ലാവരും ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളായിരിക്കാം, അല്ലെങ്കിൽ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത ആളുകൾ ഇവിടെ ഉണ്ടാവും. പലപ്പോഴും നമ്മൾ ഡിഗ്രി ലെവലിലേക്ക് ഒരു കോഴ്സിന് ജോയിൻ ചെയ്ത സമയത്ത് വി മേ നോട്ട് ബി ദാറ്റ് മച്ച് വെരി we may not be that much very understandable about the course, about the program. നമ്മൾ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് ധാരണ ഉണ്ടാക്കിയിട്ട് ഞാൻ ഇന്ന കോഴ്സിലേക്ക് പോയ ശേഷം എന്ത് ചെയ്യണം എന്നൊക്കെ വെച്ചിട്ടൊന്നും ആയിക്കൊള്ളുന്നില്ല. എല്ലാവരും പോകും. അങ്ങനെ പോകുന്ന ആളുകളും സ്വാഭാവികമായിട്ടും ഉണ്ടാവുന്നുണ്ട്. അപ്പൊ പൊതുവെ ആളുകളെ സംബന്ധിച്ചിടത്തോളം ആളുകൾ പ്രിഫർ ചെയ്യുന്ന ഒരു വളരെ ഇന്റൻസിറ്റി ആയിട്ടുള്ള ആളുകൾ, വ്യത്യസ്ത ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആളുകൾ പ്രിഫർ ചെയ്യുന്ന കോഴ്സുകളിൽപ്പെട്ട ഒരു കോഴ്സാണ് സോഷ്യൽ വർക്ക് എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും സോഷ്യൽ വർക്കിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് സോഷ്യൽ വർക്കുമായി ബന്ധപ്പെട്ടുള്ള ഇന്ത്യയിലെ സാധ്യതകൾ, സോഷ്യൽ വർക്ക് നമുക്ക് എവിടെയൊക്കെ പഠിക്കാൻ പറ്റും എന്നുള്ള സ്വഭാവത്തിലുള്ള, അടുത്ത വർഷം 2025 സോഷ്യൽ വർക്കിലേക്ക് എത്തിപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഉദ്ദേശിച്ചുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വെബിനാർ സംഘടിപ്പിച്ചിരുന്നത്. സ്വാഭാവികമായിട്ടും സോഷ്യൽ വർക്ക് എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെ സാധ്യതയുള്ള ഒരു കരിയർ മേഖല കൂടിയാണ് സോഷ്യൽ വർക്ക് എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ നമ്മളെല്ലാവരും സൊസൈറ്റിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യണം, സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കോൺട്രിബ്യൂട്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി ചിന്തിക്കുകയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എൻഗേജ് ചെയ്യുകയും ചെയ്യുന്ന ആളുകളായി. അപ്പോൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും, വെദർ യു ആർ ഇൻ സയൻസ് ബാക്ക്ഗ്രൗണ്ട്, കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട്, ഹ്യൂമാനിറ്റീസ് ബാക്ക്ഗ്രൗണ്ട്, വേറെ ഏത് ബാക്ക്ഗ്രൗണ്ടിലായാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ വളരെ പ്രധാനപ്പെട്ട ഒരു കോഴ്സാണ് സോഷ്യൽ വർക്ക് എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും ഇന്ത്യയിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള യൂണിവേഴ്സിറ്റികൾ സോഷ്യൽ വർക്കിലുള്ള കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. MA സോഷ്യൽ വർക്ക് ആയിട്ടാണെങ്കിലും MSW എന്നുള്ള പേരിലാണെങ്കിലും ഒക്കെ വ്യത്യസ്തമായിട്ടുള്ള യൂണിവേഴ്സിറ്റികൾ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പൊ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത്, ഇങ്ങനെ വിവിധ യൂണിവേഴ്സിറ്റികളിലേക്ക് എത്തിപ്പെടാൻ പറ്റണമെന്നുണ്ടെങ്കിൽ, വ്യത്യസ്ത യൂണിവേഴ്സിറ്റികൾ നമുക്ക് എത്തിപ്പെടാനുള്ള സാഹചര്യം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് എന്താണ് ചെയ്യേണ്ടത് എന്നതാണ്. നമുക്ക് എഴുതാനുള്ള വളരെ പ്രധാനപ്പെട്ട പരീക്ഷയാണ് കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ്. ഐ എം വെരി സ്ട്രേറ്റ്ലി കമ്മിങ് ടു ദ ടോപ്പിക് എന്നുള്ളതാണ്. CUT PG എന്ന് പറയുന്ന എക്സാമിനേഷൻ ആണ് നമുക്ക് സ്വാഭാവികമായിട്ടും എഴുതേണ്ടതായിട്ട് വരിക എന്നുള്ളതാണ്. CUT PG എക്സാമിനേഷൻ എഴുതുന്ന സമയത്ത് CUT PG എക്സാമിനേഷൻ എന്ന് പറയുന്നത് ഇന്ത്യയിലെ വിവിധ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്കും പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്കും ഈ ഒറ്റ പരീക്ഷ വഴി പ്രവേശനം നേടാൻ സാധിക്കുന്ന ഒരു എൻട്രൻസ് എക്സാമിനേഷൻ ആണ് CUT എന്ന് പറയുന്നത്. ഏകദേശം 39 സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്കും അതിൽ തന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റികൾക്ക് പുറമെ മറ്റു ഡീംഡ് യൂണിവേഴ്സിറ്റികൾ, സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികൾ, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ എല്ലാം ഉൾപ്പെടുത്തുകൊണ്ട് ഏകദേശം 190-ലധികം യൂണിവേഴ്സിറ്റികളിലേക്ക് ഇൻ ടോട്ടൽ നിങ്ങൾക്ക് CUT എക്സാമിനേഷൻ വഴി പ്രവേശനം നേടാൻ വേണ്ടി സാധിക്കും എന്നതാണ്. നമ്മൾ ഈ വർഷത്തെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്തു നോക്കുകയാണെങ്കിൽ ഇതിന്റെ ഒരു ബ്രേക്ക് ഡൗൺ ഇങ്ങനെയാണ് വരുന്നത്. സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് 39 യൂണിവേഴ്സിറ്റീസ് വരുന്നുണ്ട്, സ്റ്റേറ്റ് ഗവൺമെന്റ് യൂണിവേഴ്സിറ്റികൾ 39 യൂണിവേഴ്സിറ്റീസ് വരുന്നുണ്ട്, ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നുള്ള സ്വഭാവത്തിൽ 15 യൂണിവേഴ്സിറ്റികൾ വരുന്നുണ്ട്, അതർ പ്രൈവറ്റ് ആൻഡ് ഡീംഡ് യൂണിവേഴ്സിറ്റീസ് കാറ്റഗറിയിൽ ഏകദേശം 97 ക്യാമ്പസുകൾ നമുക്ക് വരുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇവിടെ എല്ലായിടത്തും സോഷ്യൽ വർക്ക് ഉണ്ടായിക്കോളുന്നില്ല, പക്ഷെ CUT-യിലെ ടോട്ടൽ യൂണിവേഴ്സിറ്റിയുടെ ലിസ്റ്റാണ് ഞാൻ ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. അപ്പം എന്താണ് CUT എക്സാമിനേഷന്റെ പ്രത്യേകത? നേരത്തെ ഉണ്ടായിരുന്ന ഒരു സിസ്റ്റം എങ്ങനെയായിരുന്നു വെച്ച് കഴിഞ്ഞാൽ 2022 മുമ്പ് ഉണ്ടായിരുന്ന സിസ്റ്റം എങ്ങനെയായിരുന്നു വെച്ച് കഴിഞ്ഞാൽ 2022 മുമ്പ് ഓരോ യൂണിവേഴ്സിറ്റികളും അവരുടേതായിട്ടുള്ള എൻട്രൻസ് എക്സാമിനേഷൻ നടത്തുക എന്നുള്ളതായിരുന്നു സിസ്റ്റം ഉണ്ടായിരുന്നു. ഡൽഹി യൂണിവേഴ്സിറ്റി അവരുടെ എക്സാമിനേഷൻ നടത്തുന്നു, ബനാറസ് യൂണിവേഴ്സിറ്റി അവരുടെ എക്സാമിനേഷൻ നടത്തുന്നു, അതുപോലെ തന്നെ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി അവരുടെ എക്സാമിനേഷൻ നടത്തുന്നു. ഇങ്ങനെ ഓരോരോ യൂണിവേഴ്സിറ്റികളും അവരുടെ എക്സാമിനേഷൻ നടത്തുന്ന സിസ്റ്റം ആയിരുന്നു ഉണ്ടായിരുന്നത്. 2022 ഈ പറയുന്ന CUT എന്ന് പറയുന്ന എക്സാമിനേഷൻ നടപ്പിലാക്കുന്നത്. CUT എക്സാമിനേഷൻ വന്നതിന് ശേഷം ആ സമയത്ത് ഏകദേശം 6 ലക്ഷത്തിലധികം ആളുകൾ രജിസ്റ്റർ ചെയ്യുകയും 3 ലക്ഷത്തിലധികം ആളുകൾ അപ്പിയർ ചെയ്യുകയും ചെയ്ത് ഏകദേശം 55% ആയിരുന്നു പാസ് പെർസെന്റേജ് ഉണ്ടായിരുന്നത്. 2023 ആയപ്പോഴത്തേക്കും അത് 8 ലക്ഷത്തിലേക്ക് അതിന്റെ രജിസ്ട്രേഷൻ എണ്ണം കൂടുകയും അതിന്റെ അപ്പിയറൻസ് എന്ന് പറയുന്നത് 5 ലക്ഷത്തിലേക്ക് മുകളിലേക്ക് വരികയും ചെയ്തു എന്നാണ്. അപ്പൊ ഒരു 61% വന്നതാണ്. 2024 എത്തിയ സമയത്ത് രജിസ്റ്റർ ചെയ്ത ആളുകളുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. ഏകദേശം 7,68,000 ആളുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. പക്ഷേ നിങ്ങൾ അതിന്റെ പെർസെന്റേജ് വൈസ് നോക്കുകയാണെങ്കിൽ 61% നിന്നും ഏകദേശം 75% ആളുകളിലേക്ക് എന്ത് അപ്പിയറൻസ് റേറ്റ് വർദ്ധിച്ചതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും എന്നതാണ്. ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഇനിയിപ്പോ 2025 സമയത്ത് 75-ൽ നിന്നും അത് ഒരു പക്ഷേ 78-ലേക്കോ 80-ലേക്കോ 85-ലേക്കോ ഒക്കെ മാറാനുള്ള സാധ്യതയെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല,
തള്ളിക്കളയാൻ കഴിയില്ല എന്നുള്ളത്. അപ്പൊ ഇന്ത്യയിലെ വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു പരീക്ഷയായിട്ട് CUT PG എൻട്രൻസ് എക്സാമിനേഷൻ മാറുകയാണ് എന്നതാണ്. അങ്ങനെ മാറുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് പക്ഷെ നിങ്ങളോടും ചോദിക്കുന്ന ചോദ്യമായിരിക്കും, നിങ്ങൾക്ക് വരുന്ന സ്വഭാവത്തിലുള്ള സാധ്യത ഏതായിരിക്കും, എന്തുകൊണ്ടാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റീസ്, വൈ വി ഷുഡ് സ്റ്റഡി ഇൻ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ്, കേരളത്തിൽ ഒരുപാട് കോളേജ് ഉണ്ടല്ലോ, കേരളത്തിൽ യൂണിവേഴ്സിറ്റി ഉണ്ടല്ലോ, എന്താണ് സെൻട്രൽ യൂണിവേഴ്സിറ്റികളെ വ്യത്യസ്തമാക്കുന്ന പ്രധാനപ്പെട്ട ഘടകം എന്ന് ചോദിക്കുന്ന സമയത്ത് നമുക്കതിന് കൃത്യമായിട്ടുള്ള ഉത്തരം ഉണ്ടാവണം എന്നുള്ളതാണ്. ആ ഉത്തരത്തിലേക്ക് നമ്മൾ എത്തുന്നതിൽ പിന്നിലുള്ള പ്രധാനപ്പെട്ട സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ ഈ ഒരു ചോദ്യത്തിന് മറുപടി പറയാതെ ഒരിക്കലും നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള. നിങ്ങളോട് ഒരാൾ ചോദിക്കാണ്, നിങ്ങൾ എവിടെയാണ് പഠിക്കുന്നത് എന്ന് പറയുന്ന സമയത്ത്, നിങ്ങൾ ഡൽഹി യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കുന്നത് എന്ന് പറയുമ്പോഴും, അല്ലെങ്കിൽ നിങ്ങൾ പോണ്ടിച്ചേരിയിലാണ്, നിങ്ങൾ ഹൈദരാബാദിലാണ്, നിങ്ങൾ ബനാറസിലാണ്, നിങ്ങൾ JNUയിലാണ്, നിങ്ങൾ അലിഗഡിലാണ്, നിങ്ങൾ ജാമ്യയിലാണ് പഠിക്കുന്നത് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സാധ്യത, നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റി, യു ആർ ഗെറ്റിംഗ് എ പ്രിവിലേജ് ഇൻ ദാറ്റ് സെൻസ്, അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ് എന്നതാണ്. അപ്പൊ നിങ്ങൾ എന്ത് കോഴ്സ് പഠിക്കുന്നു എന്നതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട സംഗതിയാണ് നിങ്ങൾ എവിടെയാണ് പഠിക്കുന്നത് എന്നുള്ളത്. നിങ്ങൾ സാധാരണ ഒരു സെൽഫ് ഫിനാൻസിങ് കോളേജിലാണോ പഠിക്കുന്നത്, അല്ലെങ്കിൽ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികളിലാണോ പഠിക്കുന്നത് എന്നുള്ളതും ഇതില് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഗതിയാണ് എന്നതാണ്. അത് വെച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ എന്തുകൊണ്ട് പഠിക്കണം, സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ എന്തുകൊണ്ട് പഠിക്കണം എന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മളിപ്പം ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റികളെ കുറിച്ച് പറയുന്നു, ഓക്സ്ഫോർഡും കാംബ്രിഡ്ജും സ്റ്റാൻഫോർഡും മസാച്യുസെറ്റ്സ് യൂണിവേഴ്സിറ്റിയും ഒക്കെ കുറിച്ച് നമ്മൾ പറയുന്ന സമയത്ത് എന്താണ് ആ യൂണിവേഴ്സിറ്റികളെ വ്യത്യസ്തമാക്കുന്ന പ്രധാനപ്പെട്ട ഘടകം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊറ്റ ഉത്തരവേ ഉള്ളൂ, അവർ പ്രൊവൈഡ് ചെയ്യുന്ന അക്കാഡമിക് ക്വാളിറ്റി എന്നുള്ളതാണ്. അവിടെ നിന്ന് നമുക്ക് കിട്ടുന്ന എക്സ്പോഷർ എന്താണ് എന്നുള്ളതാണ്. സോ വി ആർ ഗെറ്റിംഗ് മോർ എക്സ്പോഷർ, നമുക്ക് കൂടുതൽ എക്സ്പോഷർ കിട്ടുന്നു എന്നുള്ളതാണ് ഇത്തരം യൂണിവേഴ്സിറ്റികളൊക്കെ സവിശേഷത നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്ക് എത്രത്തോളം എക്സ്പോഷർ കിട്ടുമോ അത്രത്തോളം സാധ്യത നമ്മുടെ മുമ്പിലേക്ക് വരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ എക്സ്പോഷറിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ക്വാളിറ്റി എഡ്യൂക്കേഷൻ കരസ്ഥമാക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ക്വാളിറ്റി എഡ്യൂക്കേഷൻ പറയുന്ന സമയത്ത് എഡ്യൂക്കേഷൻ എപ്പോഴും ക്വാണ്ടിഫൈ ചെയ്തുകൊണ്ടാണ് ആളുകൾ സംസാരിക്കുന്നത്. ക്വാളിറ്റി വൈസ് നമ്മൾ നോക്കുന്ന സമയത്ത് കൂടുതൽ നല്ല അന്തരീക്ഷത്തിൽ പഠിക്കാൻ പറ്റുന്ന സമയത്ത്, കൂടുതൽ നല്ല ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റിയോടുകൂടി സംസാരിക്കുന്ന സമയത്ത്, ഇപ്പം ഡൽഹി സ്കൂൾ ഓഫ് സോഷ്യൽ വർക്കിനെ കുറിച്ചും ഡൽഹി യൂണിവേഴ്സിറ്റിയെ കുറിച്ചും ഒക്കെ നിയാസ് സംസാരിക്കുന്നതായിരിക്കും. ഇത് അദ്ദേഹത്തിന് സംസാരിക്കില്ല. ഈ പറയുന്ന എന്താണ് അതിൽ കൂടുതൽ നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന സ്വഭാവത്തിലുള്ള സംവിധാനങ്ങൾ, ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ്, ലൈബ്രറീസ്, സംവിധാനങ്ങളൊക്കെ തീർച്ചയായിട്ടും നമുക്ക് ഓപ്പർച്യൂണിറ്റി വൈസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് കൂടുതൽ കണക്ഷൻസ് ബിൽഡ് ചെയ്യാൻ സാധിക്കും എന്നുള്ള മറ്റൊരു പ്രധാനപ്പെട്ട സംഗതിയാണ്. യു ക്യാൻ ബിൽഡ് നെറ്റ്വർക്ക്, അൺലിമിറ്റഡ് പോസിബിലിറ്റീസ് എന്നതാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സാധ്യത പ്രൊവൈഡ് ചെയ്യുന്ന സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് കൂടുതൽ കണക്ഷൻസ് ഉണ്ടാകുമ്പോഴാണ്. ബന്ധങ്ങൾ, നമ്മുടെ നെറ്റ്വർക്കുകൾ, അവസരങ്ങളൊക്കെ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് സഹായകരമാവുന്ന ഒരു സംഗതിയായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല എന്നാണ്. ആ അർത്ഥത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും എന്നതാണ്. മറ്റൊന്ന്, ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ്, ടോപ്പ് ആയിട്ടുള്ള അധ്യാപകരോട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഇടപഴകാനും അവരുമായി ബന്ധപ്പെട്ട് നിങ്ങളുടേതായിട്ടുള്ള സബ്ജക്റ്റിൽ നിങ്ങൾക്ക് ഏറ്റവും എക്സ്പേർട്ടുകളായിട്ട് മാറാനും സാധ്യത കൂടും. അപ്പൊ ഫാക്കൽറ്റീസ് എക്സ്പീരിയൻസ്ഡ് ആവുന്നിടത്തോളം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൽ അവസരങ്ങൾ കൂടുന്ന കാര്യത്തിൽ അവർ തർക്കമില്ല എന്നതാണ്. ഇനി നമ്മുടെ പിയർ ഗ്രൂപ്പ് ആരായിരിക്കും? പിയർ ഗ്രൂപ്പ് പറഞ്ഞാൽ നമ്മുടെ കൂടെയുള്ള ആളുകൾ, നമ്മുടെ കമ്പനിക്കാരെ നമുക്ക് നമ്മൾ പറയൂലേ, അത് ആരായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് എൻട്രൻസ് എക്സാമിനേഷൻ എഴുതി വന്നിട്ട് അത് ക്ലിയർ ചെയ്തിട്ട് അതുമായി ടോപ്പിൽ നിൽക്കുന്ന ആളുകളായിരിക്കും നമ്മുടെ കൂടെ പഠിക്കാനുണ്ടാവുക. സ്വാഭാവികമായിട്ടും ഏറ്റവും കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ആളുകളുടെ കൂടെ നമ്മൾ പഠിക്കുന്ന സമയത്ത് അതിനനുസരിച്ചുള്ള ഒരു ബെനിഫിറ്റ് നിങ്ങൾക്ക് എന്തായാലും കിട്ടുന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഡെഫിനറ്റ്ലി ആ ഒരു സാധ്യത നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാവും. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉപയോഗപ്പെടുത്താൻ പറ്റും എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ വളരെ കുറഞ്ഞ ചെലവിൽ, ലോ എക്സ്പെൻസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാൻ പറ്റും എന്നുള്ളത് ഇന്ത്യയിലെ സെൻട്രൽ യൂണിവേഴ്സിറ്റി പ്രധാനപ്പെട്ട പ്രത്യേകതയാണ് എന്നുള്ളതാണ്. എക്സാമിനേഷൻ പാറ്റേൺ നോക്കുകയാണെങ്കിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ് എക്സാമിനേഷൻ വരുന്നത്. അതുപോലെ തന്നെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ജനറൽ പേപ്പർ ഇല്ല എന്നതാണ്. ജനറൽ പേപ്പർ ഇല്ല എന്ന് പറയുന്ന സമയത്ത് നേരത്തെ CUTയുടെ ഒരു പാറ്റേൺ എങ്ങനെയായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, 25 ചോദ്യങ്ങൾ സെൻട്രൽ യൂണിവേഴ്സിറ്റി കോമൺ യൂണിവേഴ്സിറ്റി CUT എക്സാമിനേഷനിൽ 25 ചോദ്യങ്ങൾ ജനറൽ പേപ്പർ പാർട്ട് A എന്നുള്ള സ്വഭാവത്തിലും 75 ചോദ്യങ്ങൾ പാർട്ട് B എന്നുള്ള സ്വഭാവത്തിലും, അതായത് സബ്ജക്ട് പേപ്പർ എന്നുള്ള സ്വഭാവത്തിലായിരുന്നു ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം 2024 എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ജനറൽ പേപ്പർ എന്നുള്ള കൺസെപ്റ്റ് ഒഴിവാക്കുകയും ഉണ്ടാക്കി കംപ്ലീറ്റ്ലി നിങ്ങളുടെ സബ്ജക്ട് പേപ്പർ എന്നുള്ള സ്വഭാവത്തിലേക്ക് വന്നു എന്നുള്ളതാണ്.
അപ്പൊ സോഷ്യൽ വർക്ക് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ആളുകൾ പോലും സോഷ്യൽ വർക്കുമായി ബന്ധപ്പെട്ട ഏരിയകൾ പഠിച്ചിട്ട് മാത്രമേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത്തരം ഒരു മേഖലയിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത്. അപ്പൊ എക്സാമിനേഷൻ പാറ്റേണുകളെ കുറിച്ച് മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ ഏകദേശം ഏത് സമയത്താണ് പരീക്ഷ വരിക എന്നുള്ളത് കൂടി മനസ്സിലാക്കണം. നിങ്ങൾ നോക്കൂ, ഇത് കഴിഞ്ഞ വർഷത്തെ നോട്ടിഫിക്കേഷൻ ആണ്. കഴിഞ്ഞ വർഷത്തെ എന്ന് പറഞ്ഞാൽ 2024 നോട്ടിഫിക്കേഷൻ. കഴിഞ്ഞ വർഷം 2023 ഡിസംബർ 26 നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. ഏകദേശം 2024 ജാനുവരി വരെ അപേക്ഷിക്കാനുള്ള സമയം ഉണ്ടായിരുന്നു. മാർച്ച് മാസത്തിലാണ് പരീക്ഷ നടന്നത്. ഏകദേശം ഈ ഒരു സ്വഭാവത്തിലാണ് പോകുന്നതെങ്കിൽ അങ്ങനെ തന്നെ ആയിരിക്കും മിക്കവാറും ഉണ്ടാവുക. ഏപ്രിലോട് കൂടി തന്നെ നിങ്ങൾക്ക് റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്ന, ഏപ്രിൽ മെയ്യോട് കൂടി പബ്ലിഷ് ചെയ്യുന്ന സ്വഭാവത്തിലായിരിക്കും സ്വാഭാവികമായിട്ടും ഉണ്ടാവുക എന്നുള്ളത്. അതായത് നിങ്ങളിപ്പോ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ, ഡിഗ്രി ഫൈനൽ ഇയർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ആ ഒരു പ്രിപ്പറേഷൻ സ്റ്റേജിലേക്ക് കടക്കേണ്ട സാഹചര്യം എത്തിയിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല എന്നുള്ളതാണ്. പിന്നെ അപേക്ഷിക്കുന്ന സമയത്തൊക്കെ ഉള്ള സംഗതിയാണ്. ഇതില് പ്രധാനമായും നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി എന്ന് വെച്ചാൽ ഒരു സബ്ജക്റ്റിന് ഒരു പേപ്പർ കോഡാണ് ഉണ്ടാവുക. അപ്പൊ നിങ്ങൾ B.Ed ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പേപ്പർ കോഡ് ഉണ്ട്. ഇങ്ങനെ ഓരോരോ സബ്ജക്റ്റിനും, കൊമേഴ്സ് ആണെങ്കിൽ പേപ്പർ കോഡ് ഉണ്ട്. സോഷ്യൽ വർക്കുമായി ബന്ധപ്പെട്ടുള്ള പേപ്പർ കോഡ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം HUQP 21 എന്നുള്ളതാണ് സോഷ്യൽ വർക്കിന്റെ പേപ്പർ കോഡ്. അതില് MA സോഷ്യൽ വർക്ക് MSW എന്നുള്ള കോഴ്സ് നിങ്ങൾക്ക് തന്നെ പറ്റും. അർബൻ ആൻഡ് റൂറൽ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് എന്നുള്ള കോഴ്സ് ചില യൂണിവേഴ്സിറ്റികൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ യൂണിവേഴ്സിറ്റിയിലേക്കും ഈ പറയുന്ന പോലെ HUQP 21 എന്നുള്ള പേപ്പർ കൂടി എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താകാൻ പറ്റും, എത്തിപ്പെടാൻ വേണ്ടി സാധിക്കും എന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ എത്തിപ്പെടാൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതിനാവശ്യമായിട്ടുള്ള ഒരു മെത്തഡോളജി നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ്. അപ്പൊ അത് നമ്മൾ ആദ്യം അറിയണം ഏതൊക്കെയാണ് യൂണിവേഴ്സിറ്റികൾ, പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ എന്നൊക്കെയാണ്. അപ്പം ഇതിന്റെ ഒരു പാറ്റേൺ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 75 ചോദ്യങ്ങളുള്ള പരീക്ഷയാണ് ഉണ്ടാവുക. 75 ചോദ്യത്തിൽ ഒരു ചോദ്യത്തിന് 4 മാർക്കാണ് നിങ്ങൾക്ക് ഉത്തരം ശരിയാണെങ്കിൽ കിട്ടുക. -1 എന്നുള്ള സ്വഭാവത്തിൽ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. 105 മിനിറ്റാണ് എക്സാമിനേഷൻ എഴുതാനുള്ള സമയമായിട്ട് ഉണ്ടാവുക എന്നതാണ്. അപ്പൊ 4 മാർക്ക് 75 ചോദ്യം എന്ന് പറയുന്ന സമയത്ത് 300 മാർക്കിലാണ് എക്സാമിനേഷൻ നടക്കുന്നത്. 300 മാർക്കിൽ എക്സാമിനേഷൻ നടക്കുന്ന സമയത്ത് നിങ്ങൾ എത്രത്തോളം മാക്സിമം സ്കോറുകൾ ചെയ്യുന്നോ ആ സ്കോറിനനുസരിച്ചാണ് എന്ത് ചെയ്യുക, യൂണിവേഴ്സിറ്റി അവരുടെ അഡ്മിഷൻ പ്രോസസ്സ് നിങ്ങൾക്ക് തരുന്നതാണ്. റിസർവേഷൻ ഉണ്ട്. PWS 10%, OBC NC 27%, SC ST PWD കാറ്റഗറി കൺസിസ്റ്റർ റിസർവേഷൻ കാണാൻ മനസ്സിലാകും. There is no age limit for CUT PG for candidates എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു സവിശേഷതയാണ്. എനി ഡിഗ്രി, ഏത് വിഷയത്തിൽ ഡിഗ്രി കഴിഞ്ഞാലും കുഴപ്പമില്ല. ഡിഗ്രി പാസ്സായിട്ടില്ലെങ്കിലും ഈ അപ്പിയർ ചെയ്യുന്ന ആളുകൾക്ക്, ഫൈനൽ ഇയർ ഉള്ള സ്വഭാവത്തിലുള്ള ആളുകൾക്കും അപേക്ഷിക്കാൻ പറ്റുന്ന പരീക്ഷയാണ് CUT PG എന്ന് പറയുന്നത്. അപ്പൊ ഇനി ഇന്ത്യയിൽ ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻസിലാണ് ഇത് ഓഫർ ചെയ്യുന്നത് എന്നുള്ളത് പരിശോധിച്ച് നോക്കാം. പ്രധാനമായിട്ടും സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് വരുന്നുണ്ട്, ഡീംഡ് യൂണിവേഴ്സിറ്റീസ് വരുന്നുണ്ട്, സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസ് വരുന്നുണ്ട്, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ ടോപ്പ് ആയിട്ടുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റീസിനൊന്ന് പരിചയപ്പെടാവുന്നതാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ HUQP 21 എന്നുള്ള പേപ്പറാണ് നമുക്ക് സോഷ്യൽ വർക്കുമായി ബന്ധപ്പെട്ട് എഴുതേണ്ടതായിട്ട് വരിക എന്നതാണ്. ഇനി യൂണിവേഴ്സിറ്റീസ് നോക്കുന്ന സമയത്ത് യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹി, ഡൽഹി സ്കൂൾ ഓഫ് സോഷ്യൽ വർക്ക്, യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹി പ്രധാനപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് ആണ്. MA സോഷ്യൽ വർക്ക് എന്നുള്ള കോഴ്സാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. മറ്റത് ജാമിയ മില്ലിയ ഇസ്ലാമിയാണ്. ജാമിയ മില്ലിയ ഇസ്ലാമിയ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സും MA സോഷ്യൽ വർക്കാണ്. ജാമിയ മില്ലിയ ഇസ്ലാമിയയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ജാമിയ മില്ലിയ ഇസ്ലാമിയ CUT എക്സാമിനേഷന്റെ ഭാഗമായിട്ടല്ല അഡ്മിഷൻ നടത്തുന്നത്. അവരുടേതായിട്ടുള്ള എൻട്രൻസ് എക്സാമിനേഷൻ ആണ് നടത്തുന്നത്. അപ്പം CUT എക്സാമിനേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾ ജാമിയ മില്ലിയയുടെ വെബ്സൈറ്റിൽ അവരുടെ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് ജാമിയ മില്ലിയ ഇസ്ലാമിയയിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, അപേക്ഷ സമർപ്പിക്കേണ്ടതാണെന്നല്ല. അതുപോലെ തന്നെയുള്ള മറ്റു യൂണിവേഴ്സിറ്റികളുണ്ട്. ബനാറസ് യൂണിവേഴ്സിറ്റി പ്രധാനപ്പെട്ട ഒരു യൂണിവേഴ്സിറ്റിയാണ്. UP-യിലെ വാരണാസിയിലുള്ള യൂണിവേഴ്സിറ്റിയാണ്. MS സോഷ്യൽ വർക്കാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി മറ്റൊരു യൂണിവേഴ്സിറ്റിയാണ്. നേരത്തെ ജാമിയ മില്ലിയ ഇസ്ലാമിയയുടെ കേസ് സൂചിപ്പിച്ചതുപോലെ തന്നെ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിലും എന്താണ്, MA സോഷ്യൽ വർക്ക്, മാസ്റ്റർ ഓഫ് സോഷ്യൽ വർക്ക് എന്നുള്ള കോഴ്സാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. എനി ഡിഗ്രി, BA BSc BCom BSc എനി ഡിഗ്രി കഴിഞ്ഞ ആളുകൾക്കും അപേക്ഷിക്കാൻ പറ്റുന്നതാണ്. 50% മാർക്കോടുകൂടി ഡിഗ്രി പാസ്സായാലും അറിയുന്നതാണ്. സൗത്ത് ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് സൗത്ത് ഇന്ത്യയിൽ വരുന്ന പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റിയാണ് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി. പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിലും MSW ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി മറ്റു യൂണിവേഴ്സിറ്റികളെ പരിചയപ്പെടാം. ഇന്ദിരാഗാന്ധി നാഷണൽ ട്രൈബൽ യൂണിവേഴ്സിറ്റി മധ്യപ്രദേശിലെ അമർകണ്ടക്കാണ്. ഒരു ട്രൈബൽ എൻഹാൻസ്മെന്റ് ഒക്കെ ലക്ഷ്യം വെച്ചുകൊണ്ട് സ്ഥാപിക്കപ്പെട്ടുള്ള യൂണിവേഴ്സിറ്റിയാണ്, പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷനാണ്. സ്വാഭാവികമായിട്ടും അതുമായി ബന്ധപ്പെട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സ് എന്ന് പറയുന്നത് മാസ്റ്റർ ഓഫ് സോഷ്യൽ വർക്ക് എന്നുള്ള കോഴ്സ് IGNTU മധ്യപ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത്.
സൗത്ത് ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കർണാടക വരുന്നുണ്ട്. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കർണാടകയിലും MSW കോഴ്സ് തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ജാർഖണ്ഡ് ഉണ്ട്. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ജാർഖണ്ഡിലും MSW കോഴ്സ് തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഗുജറാത്ത് ഉണ്ട്. ഗുജറാത്തിലും MA സോഷ്യൽ വർക്ക് എന്നുള്ള കോഴ്സാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഹിമാചൽ പ്രദേശ്. ഓരോ യൂണിവേഴ്സിറ്റികൾക്കും അവരുടേതായിട്ടുള്ള ജോഗ്രഫിക്കൽ ലൊക്കേഷൻ, അവരുടേതായിട്ടുള്ള ക്ലൈമാറ്റിക് കണ്ടീഷൻ, അവരുടേതായിട്ടുള്ള സാഹചര്യങ്ങൾ, എക്കണോമിക് കണ്ടീഷനൊക്കെ അനുസരിച്ച് യൂണിവേഴ്സിറ്റികളുടെ സ്വഭാവത്തിലും ഘടനയിലും അവരുടെ ഇൻഫ്രാസ്ട്രക്ചറിലൊക്കെ വ്യത്യാസം ഉണ്ടാവും കേട്ടോ. നിങ്ങൾക്ക് ഡൽഹിയിലുള്ള അതേ സ്ട്രക്ചർ ചിലപ്പോൾ ഹിമാചലിൽ കാണാൻ കഴിഞ്ഞോളന്നില്ല. നോർത്ത് ഈസ്റ്റിലുള്ള ആ യൂണിവേഴ്സിറ്റി സ്ട്രക്ചർ ആയിക്കോളന്നില്ല യുപിയിലോ ആസാമിലോ ബീഹാറിലോ ഉള്ള യൂണിവേഴ്സിറ്റി ഉണ്ടാവും. ഇതൊക്കെ ഡിഫറൻസ് ആണെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഹിമാചൽ പ്രദേശിൽ MSW കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ജമ്മു പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റിയാണ് MA സോഷ്യൽ വർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് രാജസ്ഥാനിലും MSW കോഴ്സ് ഉണ്ട്. സൗത്ത് ബീഹാറിലും MSW കോഴ്സ് ഉണ്ട്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട എല്ലാ സംസ്ഥാനങ്ങളിലും നിങ്ങൾക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഉണ്ട്. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് തമിഴ്നാടു MSW കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ത്രിപുര യൂണിവേഴ്സിറ്റി MA റൂറൽ സ്റ്റഡീസ്, നേരത്തെ പറഞ്ഞല്ലേ MA റൂറൽ സ്റ്റഡീസും MSW-നും ഒരേ പേപ്പർ കോഡാണ് എഴുതേണ്ടത്. HUQP 21 എന്നുള്ള പേപ്പർ കോഡാണ് എഴുതേണ്ടത്. ഈ പേപ്പർ കോഡ് അനുസരിച്ച് നിങ്ങൾക്ക് ത്രിപുര യൂണിവേഴ്സിറ്റിയിലും കൊടുക്കാം. ഇനി കേരളത്തിൽ നമുക്ക് ഒരേ ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റി ആണുള്ളത്. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള കാസർഗോഡ് ജില്ലയിലെ പെരിയെ എന്ന് പറഞ്ഞ സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. കേരള കേന്ദ്ര സർവകലാശാല സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരളയിലും ഇത് പറഞ്ഞ പോലെ MSW കോഴ്സ് ആണുള്ളത്. അതിനും ഈ പറഞ്ഞ പോലെ സെയിം എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആണ് എല്ലാവർക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. HNBGU ഹേമാവതി നന്ദൻ ബഹുഗുണ കർവൽ യൂണിവേഴ്സിറ്റി ശ്രീനഗർ HNBGU യൂണിവേഴ്സിറ്റി MSW ഉണ്ട്. ഹരിസിംഗാർ വിശ്വവിദ്യാലയ MSW കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഗുരു ഘാസിദാസ് വിശ്വവിദ്യാലയ MSW കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മഹാത്മാഗാന്ധി സെൻട്രൽ യൂണിവേഴ്സിറ്റി ബീഹാർ അവരും MSW കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നോർത്ത് ഈസ്റ്റേൺ ഹിൽ യൂണിവേഴ്സിറ്റി MSW കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ രാജീവ് ഗാന്ധി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് യൂത്ത് ഡെവലപ്മെന്റ് ഇതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസ്, ദേശീയ പ്രാധാന്യമുള്ള സർവകലാശാല എന്നുള്ള കാറ്റഗറിയിൽ വരുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ്, ഇൻസ്റ്റിറ്റ്യൂഷനാണ് രാജീവ് ഗാന്ധി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ യൂത്ത് ഡെവലപ്മെന്റ് ശ്രീപെരുമ്പത്തൂർ. ഇവിടെ MSW യൂത്ത് ആൻഡ് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ആന്ധ്രാപ്രദേശ്, സെൻട്രൽ ട്രൈബൽ യൂണിവേഴ്സിറ്റി ഓഫ് ആന്ധ്രാപ്രദേശ് MSW കോഴ്സ് ഉണ്ട്. ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ് മറ്റൊരു പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റിയാണ്. നിങ്ങൾ MSW ആണ് ഫോക്കസ് ചെയ്തതെങ്കിൽ MSW-ൽ നിങ്ങൾക്ക് MSW ചെയ്തുകൊണ്ട് ഒരു ബെസ്റ്റ് കരിയർ നിങ്ങൾ ഫോക്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് യാതൊരു തർക്കവും ഇല്ലാത്ത പ്രിഫറൻസിൽ ഏറ്റവും ടോപ്പ് ലിസ്റ്റിൽ പെടുത്താവുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസസ് മുംബൈ എന്ന് പറഞ്ഞത്. ഇന്ത്യയിലെ ടിസിനെ പോലെ പ്രൊമിനന്റ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ നിങ്ങൾക്ക് ഡൽഹി യൂണിവേഴ്സിറ്റി ഒക്കെയാണ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതായത് ടിസ് എന്ന് പറയുന്നത് സോഷ്യൽ വർക്കുമായി ബന്ധപ്പെട്ട ഒരുപാട് സ്പെഷ്യലൈസേഷൻസ് ഉണ്ട്. അത് സ്പെഷ്യലൈസേഷൻസിലേക്ക് ഞാൻ വരാം. അതുപോലെ തന്നെയുള്ള കോഴ്സുകൾ. ഇനി സിലബസിലേക്ക് വരികയാണെങ്കിൽ എന്താണ് ഇതിന്റെ സിലബസ്? സിലബസിലേക്ക് വരുന്ന സമയത്ത് സോഷ്യൽ കൺസെപ്റ്റ് പ്രധാനമായിട്ടും ഫാമിലി, മാരേജ്, നെയ്ബർഹുഡ്, കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ, കൾച്ചർ തുടങ്ങിയിട്ടുള്ള സംഗതികൾ വരുന്നുണ്ട്. ഇക്കണോമിക് കൺസെപ്റ്റ് ഇതിലെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. പൊളിറ്റിക്കൽ കൺസെപ്റ്റും സൈക്കോളജിക്കൽ കൺസെപ്റ്റും എൻവയോൺമെന്റൽ കൺസെപ്റ്റും ഈ പറയുന്ന ഓരോ കാറ്റഗറി ആയിട്ട് വരുന്നു. പിന്നെ ലീഗൽ കൺസെപ്റ്റ്, സോഷ്യൽ റിഫോം, സോഷ്യൽ മൂവ്മെന്റ്, സോഷ്യൽ വർക്ക്, അതിന്റെ കൺസെപ്റ്റുകളും ഭക്തി മൂവ്മെന്റും, സോഷ്യൽ റിഫോമേഴ്സ്, ഫ്രീഡം മൂവ്മെന്റ്, ദളിത് ആൻഡ് സോഷ്യൽ മൂവ്മെന്റ്, സോഷ്യൽ ചേഞ്ച് ആൻഡ് സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ. ഇങ്ങനെ 8 യൂണിറ്റുകളിലായിട്ടാണ് നമുക്ക് എന്തുള്ളത്. 8 യൂണിറ്റുകൾക്ക് പുറമെ ഈ സസ്റ്റൈനബിൾ ടെക്നോളജീസ് എന്നുള്ള കാറ്റഗറി കൂടി വരുന്നത്. ഇത്രയുമാണ് നമുക്ക് സിലബസിൽ വരുന്നത്. ഇനി ഒരു പേപ്പർ കോഡ് കൂടി നിങ്ങൾ പരിചയപ്പെടേണ്ടതുണ്ട്. HUQP 21 സോഷ്യൽ വർക്ക് ആണെങ്കിൽ COQP 11 എന്ന് പറഞ്ഞ പേപ്പർ കോഡ് കൂടി പരിചയപ്പെടും. ഇതിപ്പോ പേപ്പർ കോഡ് ഞാൻ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാമിനേഷൻ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ പേപ്പർ കോഡിനാണ് നിങ്ങളോട് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറയാം. അപ്പൊ നിങ്ങൾ കൺഫ്യൂഷൻ അടിക്കാൻ പാടില്ല. ഏത് പേപ്പർ കോഡാണ്, ഏതാണ്, എന്താണ്, ഏതിലാണ് ഞാൻ അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള കൺഫ്യൂഷൻ ഇല്ലാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ മനസ്സിൽ ഇത് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി കൂടിയാണ് പറയുന്നത്. HUQP 21 ആണ് സോഷ്യൽ വർക്കിന് വേണ്ടിയിട്ടുള്ളത്. COQP 11 ആണ് എന്നുള്ളത് ജനറൽ പേപ്പർ എന്നുള്ള സ്വഭാവത്തിലുള്ള പേപ്പറുകൾ. ഈ COQP 11ന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ HUQP 21 എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സോഷ്യൽ വർക്കിനും റൂറൽ സ്റ്റഡീസിനും മാത്രമാണ് അഡ്മിഷൻ കിട്ടുമെങ്കിൽ COQP 11 എഴുതി കഴിഞ്ഞാൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള കോഴ്സുകളിലേക്ക് നിങ്ങൾക്ക് പ്രവേശനം കിട്ടും എന്നതാണ്. അത് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. COQP 11 വരുന്ന കോഴ്സുകൾ LLBക്ക് സാധാരണ മറ്റ് പേപ്പർ കോഡാണ് ഉണ്ടാവുക. COQP 11 എഴുതിയാൽ നിങ്ങൾക്ക് LLB ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഹരിയാനയിൽ, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് പ്രവേശനം കിട്ടുന്നതാണ്. അതുപോലെ തന്നെ MA ആന്ത്രപ്പോളജി നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദ്, ടിസ്, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി, അവിടെ നിങ്ങൾക്ക് MA വിമൺ സ്റ്റഡീസ് കിട്ടുന്ന യൂണിവേഴ്സിറ്റി പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി. അതുപോലെ തന്നെ
MA സോഷ്യൽ വർക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക. സോഷ്യൽ വർക്കിന് തന്നെ ലക്ഷ്യം വെക്കുന്ന ആളാണ്. ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി ആണ് നോക്കുന്നതെങ്കിൽ COQP 11 ആണ് എഴുതുന്നത്. MA ഇൻ ജെൻഡർ സ്റ്റഡീസ്, ഇത് അംബേദ്കർ യൂണിവേഴ്സിറ്റി ഡൽഹി, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി ഫോക്കസ് ചെയ്യുന്ന ആളുകൾ COQP 11 ആണ് എഴുതുന്നത്. അതുപോലെ തന്നെ MA ഇൻ കൾച്ചറൽ ഇൻഫോർമാറ്റിക്സ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് രാജസ്ഥാനിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതും COQP 11 ആണ് എഴുതുന്നത്. ഇങ്ങനെ COQP 11 എഴുതി കഴിഞ്ഞാൽ MSc ഇൻ ഡിജിറ്റൽ സൊസൈറ്റി വളരെ വ്യത്യസ്തമായിട്ടുള്ള കോഴ്സാണ്, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് രാജസ്ഥാനിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. MA ഇൻ സൗത്ത് ഏഷ്യൻ സ്റ്റഡീസ് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി, അതും COQP 11 ആണ് എഴുതുന്നത്. MA സോഷ്യൽ വർക്ക് ചിൽഡ്രൻ ആൻഡ് ഫാമിലി, ഇതൊക്കെ ടിസിലെ കോഴ്സാണ്. ടിസിലുള്ള കോഴ്സുകളാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസിൽ ചിൽഡ്രൻ ആൻഡ് ഫാമിലീസ്, ക്രിമിനോളജി ആൻഡ് ജസ്റ്റിസ്, ഡിസബിലിറ്റി സ്റ്റഡീസ് ആൻഡ് ആക്ഷൻ, ദളിത് ആൻഡ് ട്രൈബൽ സ്റ്റഡീസ് ആൻഡ് ആക്ഷൻ, മെന്റൽ ഹെൽത്ത്, പബ്ലിക് ഹെൽത്ത്, ലൈവ്ലിഹുഡ്സ് ആൻഡ് സോഷ്യൽ ഓണ്ടർപ്രണർഷിപ്പ്, വിമൻ സെന്റേർഡ് പ്രാക്ടീസ് തുടങ്ങി സോഷ്യൽ വർക്കുമായി ബന്ധപ്പെട്ട് ഇത്രയും സ്പെഷ്യലൈസേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന മറ്റൊരു യൂണിവേഴ്സിറ്റി ഇന്ത്യയിൽ ഇല്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇതിനെല്ലാം നിങ്ങൾ ഒരുപക്ഷെ COQP 11 ആണ് എഴുതേണ്ടതായിട്ട് വരിക. ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് ചെയ്തെങ്കിലും സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഹരിയാനയിലും സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഹിമാചൽ പ്രദേശിലുള്ള കോഴ്സ് ആണെങ്കിലും ഒക്കെ COQP 11 സാധിക്കുന്നതാണ്. COQP 11 സിലബസ് കൂടി പരിശോധിക്കാം. നേരത്തെ HUQP 21 സോഷ്യൽ വർക്കിൽ നമുക്കൊരു സോഷ്യൽ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള സിലബസ് ആണ് കണ്ടിരുന്നെങ്കിൽ, ഈ പറയുന്ന COQP 11 വരുന്ന സമയത്ത് ഇംഗ്ലീഷ് കോംപ്രിഹെൻഷൻ അതിൽ വരുന്നുണ്ട്, ഇംഗ്ലീഷ് ഗ്രാമർ വരുന്നുണ്ട്, ഇംഗ്ലീഷ് യൂസേജ് എറേഴ്സ്, ജംബിൾഡ് പാരാസെന്റൻസ് കറക്ഷൻ തുടങ്ങിയിട്ടുള്ള സംഗതികൾ അത് വരുന്നതായിട്ട് കാണാം. അതുപോലെ തന്നെ ജനറൽ നോളജ് അവയർനെസ്, ലിറ്ററേച്ചർ, ഹിസ്റ്ററി, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, പേഴ്സണാലിറ്റീസ് സംഗതികളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള ബേസിക്സ്, അതായത് ഫണ്ടമെന്റൽസ് ഓഫ് കമ്പ്യൂട്ടർ തുടങ്ങിയിട്ടുള്ള സംഗതികൾ അത് വരും. അതുപോലെ തന്നെ ജനറൽ ആപ്റ്റിറ്റ്യൂഡ്, ക്ലോക്സ്, കലണ്ടർ, ആവറേജ് സിംപ്ലിഫിക്കേഷൻ, ടൈം ആൻഡ് വർക്ക്, ടൈം ആൻഡ് ഡിസ്റ്റൻസ് തുടങ്ങിയിട്ടൊക്കെയുള്ള, അതായത് സാധാരണ നമ്മൾ സിവിൽ സർവീസ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആളുകളൊക്കെ അവർക്ക് കൂടി ഹെൽപ്ഫുൾ ആവുന്ന സ്വഭാവത്തിലുള്ള സിലബസ് ആണ് COQP 11 വരുന്നത് എന്നതാണ്. ലോജിക്കൽ റീസണിങ്ങും പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ ഇന്ത്യയിൽ ഏത് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ എടുത്ത് പരിശോധിച്ച് വെക്കുകയാണെങ്കിലും ആ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനൊക്കെ വരുന്ന ഏരിയ ആണ് ഈ പറയുന്ന പോലെ ലോജിക്കൽ റീസണിംഗ്. ഇതിനൊക്കെ നിങ്ങളുടെ കയ്യിലേക്കുള്ള സൊല്യൂഷൻ ആണ് പെപ്പിന്റെ ലേണിംഗ് ആപ്പ് എന്ന് പറയുന്നത്. പെപ്പ് ലേണിംഗ് ആപ്പിലൂടെ നിങ്ങൾക്ക് സോഷ്യൽ വർക്കുമായി ബന്ധപ്പെട്ടുള്ള MSWയുമായി ബന്ധപ്പെട്ടുള്ള റെക്കോർഡഡ് ക്ലാസ്സുകൾ, മോക്ക് ടെസ്റ്റുകൾ, മെഗാ ടെസ്റ്റുകൾ, അതിനെ സിലബസ് ചെക്ക് ലിസ്റ്റുകൾ, റെഫറൻസ് സംവിധാനങ്ങൾ, എൻട്രൻസ് നോട്ടിഫിക്കേഷൻസ്, മീറ്റ് ദ സ്കോളർ സെഷൻസ്, മറ്റ് കരിയർ ഗൈഡൻസ്, സ്റ്റഡി മെറ്റീരിയൽസ്, മറ്റ് വെൽനസ് സപ്പോർട്ട്, അഡ്മിഷൻ ലെവൽസ്, ഇങ്ങനെ നിങ്ങൾക്ക് എൻട്രൻസ് എക്സാമിനേഷൻ മുതൽ എൻട്രൻസ് എക്സാമിനേഷന് ശേഷമുള്ള അഡ്മിഷൻ പ്രോസസ് വരെ, യൂണിവേഴ്സിറ്റി അഡ്മിഷൻ വരെയുള്ള സപ്പോർട്ട് നമ്മൾ പെപ്പ് ലേണിംഗ് ആപ്പിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം 7025000044. ഈ സെഷൻ കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പ് വഴിയോ ഒക്കെ നിങ്ങൾക്ക് അതിന്റെ സംഗതികളൊക്കെ ചെയ്യാം. വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു കമ്മ്യൂണിറ്റി ഫോർമേഷൻ എന്നുള്ള സ്വഭാവത്തിൽ കൂടി നമ്മൾ കാണുന്നത്, അടുത്ത വർഷം എൻട്രൻസ് എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യുന്ന ആളുകളുടെ ഒരു കൂട്ടായ്മ, അവർക്ക് ആവശ്യമായിട്ടുള്ള ഗൈഡൻസ്, അതിനാവശ്യമായിട്ടുള്ള സപ്പോർട്ട് സംവിധാനങ്ങൾ, അതിനാവശ്യമായിട്ടുള്ള യൂണിവേഴ്സിറ്റികളുടെ ലിസ്റ്റ്, എൻട്രൻസ് എക്സാമിനേഷൻ നോട്ടിഫിക്കേഷൻസ്, അപ്ഡേഷൻസ്, അഡ്മിഷനുമായി ബന്ധപ്പെട്ട സപ്പോർട്ട് ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. സ്വാഭാവികമായിട്ടും ഏകദേശം എൻട്രൻസ് എക്സാമിനേഷന്റെ നോട്ടിഫിക്കേഷൻ വരുന്ന സമയം എന്ന് പറയുന്നത് ഡിസംബർ ആയിരിക്കും. ഡിസംബർ മാസത്തിൽ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെ അപ്ലൈ ചെയ്യണം, അപ്ലൈ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, ഏതൊക്കെ ഡോക്യുമെന്റ്സ് ആണ് നിങ്ങൾക്ക് അപ്ലിക്കേഷൻ സമയത്ത് ആവശ്യമായിട്ട് വരിക, അതുപോലെ തന്നെ എൻട്രൻസ് എക്സാമിനേഷൻ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ അപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് പ്രിഫറൻസ് എന്നുള്ള സ്വഭാവത്തിൽ ഏതൊക്കെ യൂണിവേഴ്സിറ്റീസ് ആണ് കൊടുക്കേണ്ടത് എന്ന് കരുതി എൻട്രൻസ് എക്സാമിനേഷൻ അപ്ലിക്കേഷൻ പ്രോസസ് കഴിഞ്ഞ ശേഷം എൻട്രൻസ് എക്സാമിനേഷൻ വരെയുള്ള സ്വാഭാവികമായിട്ടുള്ള പ്രോസസ് ഉണ്ടാവും. അതിനുശേഷം എൻട്രൻസ് എക്സാമിനേഷന്റെ സമയം, എൻട്രൻസ് എക്സാമിനേഷൻ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ അതിന്റെ സ്കോർ കാർഡ് മാത്രമാണ് പബ്ലിഷ് ചെയ്യുക. ഇത്ര മാർക്ക് നിങ്ങൾക്ക് കിട്ടിയെന്നാണ് അറിയുക. എൻട്രൻസ് എക്സാമിനേഷൻ എഴുതുന്നതോടുകൂടി നിങ്ങളുടെ അഡ്മിഷൻ ഗ്യാരണ്ടി ഒന്നും ആവുന്നില്ല. സ്വാഭാവികമായിട്ടും എൻട്രൻസിന് ശേഷം ഓരോരോ യൂണിവേഴ്സിറ്റിയിൽ നോട്ടിഫിക്കേഷൻ വിളിക്കും. ആ യൂണിവേഴ്സിറ്റികളിലേക്ക് എങ്ങനെ അപ്ലൈ ചെയ്യണം തുടങ്ങിയിട്ടുള്ള എല്ലാവിധ സപ്പോർട്ടും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത്രയും ഡീറ്റെയിൽസ് ആണ് ഈ അഡ്മിഷൻ പ്രോസസ്സും MSW ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. ഇനി നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് ജനറലി ഉള്ള ക്വയറീസോ നിങ്ങളുടെ സംശയങ്ങളോ ഒക്കെ ചോദിക്കാനുള്ള അവസരമാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു പ്രോസസ്സിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും. എന്താണ് യൂണിവേഴ്സിറ്റി എൻട്രൻസ് എക്സാമിനേഷൻ തുടങ്ങിയിട്ടൊക്കെയുള്ള ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും. അത്തരം സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം. അതോടൊപ്പം തന്നെ നിങ്ങളുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിയാസിന്റെ ഒരു ഇന്ററാക്ഷൻ കൂടി ഉണ്ടാവും. നമുക്ക് അത് കൂടി കഴിഞ്ഞതിന് ശേഷം ജനറൽ ക്വറീസിലേക്കും ജനറൽ ചോദ്യങ്ങളിലേക്കും ഒക്കെ പോകാമെന്നാണ് അവർ കരുതുന്നത്. നിയാസ് അറിയത്, നിയാസ് എവിടെ ഉണ്ടോ? ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കാം.
വീഡിയോ ക്ലിയർ ഉണ്ടോ? ഇവിടെ ഒന്ന് സൗണ്ട് കൂട്ടിയാൽ മതി. സൗണ്ട് കൂട്ടിയാൽ ഇപ്പൊ ക്ലിയർ ആണോ വോയിസ്? ഓക്കെ. അപ്പോ എന്റെ പേര് നിയാസ്. ഞാൻ ഡൽഹി യൂണിവേഴ്സിറ്റി സോഷ്യൽ വർക്കിൽ ഇപ്പോ ഫസ്റ്റ് ഇയർ ആയിട്ട് ജോയിൻ ചെയ്ത ആളാണ്. അപ്പോ സോഷ്യൽ വർക്കിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം ഇന്ത്യയിൽ ടിസ് ഫസ്റ്റ് പറയുന്ന പേരാണ് ടിസ്. അപ്പോ ടിസ് കഴിഞ്ഞാല് പിന്നെ പറയുന്ന ഒരു ക്യാമ്പസ് എന്ന് പറഞ്ഞാൽ ഡൽഹി സോഷ്യൽ വർക്കാണ്. അപ്പൊ ഇന്ത്യയിലെ ബെസ്റ്റ് യൂണിവേഴ്സിറ്റീസ് എടുത്ത് നോക്കിയാൽ ടിസ്, DSSW, ജാമിയ ഇങ്ങനെ പോകുന്നു. അപ്പോ ഇതില് പേപ്പർ 21 ഏറ്റവും ടോപ്പ് ഏതാന്ന് ചോദിച്ചാൽ അത് DSSW തന്നെയാണ്. അപ്പോൾ DSSWനെ കുറിച്ച് പറയുകയാണെങ്കിൽ 1946 ഏകദേശം ലക്നൌവിലെ ഒരു വിമൻ കോളേജ് ആയിട്ട് തുടങ്ങിയ ഒരു കോളേജാണ്. അവിടെ നിന്ന് 47 അത് വീണ്ടും ന്യൂഡൽഹിയിലേക്ക് വരുന്നു. അവിടെ നിന്ന് അത് 48 ആയപ്പോഴേക്ക് അത് ഡൽഹി യൂണിവേഴ്സിറ്റിയുമായിട്ട് അഫിലിയേറ്റ് ആവുന്നു. അങ്ങനെ അതിന് പോകുന്നു. അപ്പോ അവിടെ DSSW പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സ് MA സോഷ്യൽ വർക്കാണ്, MSW അല്ല. MA സോഷ്യൽ വർക്ക് എന്ന് പറയുമ്പോൾ അതിൽ ഒരു പ്രത്യേകമായിട്ടുള്ള സ്പെഷ്യലൈസേഷൻ ഉണ്ടാവില്ല. ഒരു ജനറിക് ആയിട്ടുള്ള എലക്ടീവ് പേപ്പേഴ്സ് ആയിരിക്കും സെക്കൻഡ് ഇയറിൽ ഉണ്ടാവുക. പിന്നെ ഇത് നിൽക്കുന്ന സ്ഥലം എവിടെയെന്ന് ചോദിച്ചാൽ ഡൽഹിയിലെ നോർത്ത് ക്യാമ്പസിനും അടുത്തുള്ള സ്ഥലമാണ്. എന്ന് പറഞ്ഞാൽ വിശ്വവിദ്യാലയം എന്ന് പറഞ്ഞാൽ മെട്രോ സ്റ്റേഷന്റെ അടുത്താണ്. അതിനൊരു കണക്ടിവിറ്റിയും അതിന്റെ അടുത്ത് ഉണ്ടാവുക. അപ്പോൾ അതിന്റെ 2 കിലോമീറ്റർ റേഡിയസിലായിരിക്കും നമ്മുടെ റെസിഡൻസ് ആയിട്ട് നിൽക്കുന്ന സ്ഥലങ്ങൾ, താമസിക്കാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ അത് 2 to 3 കിലോമീറ്റർ റേഡിയസിനുള്ളിലായിരിക്കും വരിക. പിന്നെ യൂണിവേഴ്സിറ്റിയുടെ ഫാക്കൾട്ടിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ ബെസ്റ്റ് ഫാക്കൾട്ടീസിലെ ഇന്ത്യയിലെ സോഷ്യൽ വർക്കിന്റെ പല ജേർണൽസും പബ്ലിഷ് ചെയ്യുന്നവരും എഴുതുന്നവരായിട്ടുള്ള ആ ഫീൽഡിലെ കമ്മ്യൂണിറ്റി വർക്കിലും കേസ് വർക്കിലും ഒക്കെ സൂപ്പറായിട്ട് നിൽക്കുന്ന ഫാക്കൾട്ടി ആയിരിക്കും നമ്മുടെ ഫാക്കൾട്ടി ആയിട്ട് വരിക. അവർ തന്നെ ഇന്ത്യയിലെ പല ഗവൺമെന്റ് ഭാഗത്തുള്ള ബോഡീസിന്റെയും പല പ്രൊജക്ടിന്റെയും ഒക്കെ ചെയർ ചെയ്യുന്നവരായിരിക്കും നമ്മുടെ പല ഫാക്കൾട്ടീസ് ഉണ്ടാവുക. പിന്നെ ഇപ്രാവശ്യത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം 105 പേരാണ് ഇപ്രാവശ്യം അലോട്ട് ചെയ്തത്. അതില് പിന്നെ കട്ട് ഓഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കട്ട് ഓഫ് ജനറൽ ആയിട്ട് വന്നത് ഫസ്റ്റ് ലാസ്റ്റ് സ്പോട്ട് ആയപ്പോഴേക്ക് വന്നപ്പോഴേക്ക് 178 ആണ് വന്നത് ജനറല്. പിന്നെ OBCയിൽ വന്നത് 154 ആണ്. SCയുടെയും SC/STയുടെയും ഓർമ്മയില്ല. അപ്പോൾ അതാക്കി ആവശ്യം ഉണ്ടെങ്കിൽ പേഴ്സണൽ ഡീം ചെയ്യുകയാണെങ്കിൽ ഒന്ന് അന്വേഷിച്ചിട്ട് പറഞ്ഞുതരാം. പിന്നെ ഇവിടെ DSSWയിലെ ഫീൽഡ് വർക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് 3 തരമായിട്ടുള്ളത്. ഒന്ന് കൺകറന്റ് ഫീൽഡ് വർക്ക്, പിന്നെ ബ്ലോക്ക് പ്ലേസ്മെന്റ്, പിന്നെ റൂറൽ ക്യാമ്പ്. അതിൽ ആദ്യം വരുന്നത് നമ്മളെ കൺകറന്റ് ഫീൽഡ് വർക്കാണ്. എല്ലാ ആഴ്ചയിലും ബുധനാഴ്ചയും വ്യാഴാഴ്ചയും നമ്മുടെ ഫീൽഡ് വർക്ക് ഉണ്ടാവുക. ഒരു വീക്കിൽ 15 hours എന്ന് പറയുമ്പോൾ 2 ദിവസം കൂടിയിട്ട് 15 hours ആയിരിക്കും ഉണ്ടാവുക. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ബ്ലോക്ക് പ്ലേസ്മെന്റ് വരുന്നത് നമ്മുടെ യൂണിവേഴ്സിറ്റി വെക്കേഷൻ ടൈം എന്ന് പറഞ്ഞാൽ ജൂൺ ജൂലൈ ആണ്. ആ സമയത്ത് നമുക്ക് ഇഷ്ടമുള്ള നാട്ടിൽ ചെയ്യാം. ഡൽഹിയിൽ വേണമെങ്കിൽ ഡൽഹി ചെയ്യാം. ഏതെങ്കിലും ഒരു NGOയിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും നമ്മൾ ഒരു പ്ലേസ്മെന്റ് ചെയ്യാം. ഒരു 65 to 45 to 50 ഡേയ്സിനുള്ളിലാണ് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് റൂറൽ ക്യാമ്പ്. അത് യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്ത് നിന്ന് കോളേജിൽ നിന്ന് നമ്മളെ റൂറൽ ക്യാമ്പിലേക്ക് കൊണ്ടുപോകും. അതായിരിക്കും ഉണ്ടാവുക. പിന്നെ എന്റെ പ്രിപ്പറേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ കഴിഞ്ഞ ജാനുവരിയിലാണ്, നമ്മൾ എക്സാം നടന്നത് മാർച്ചിലാണ്. അപ്പോൾ ജാനുവരിയിലാണ് ഞാൻ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നത്. ആ സമയത്ത് എനിക്ക് സിലബസ് നോക്കുമ്പോൾ സിലബസ് എല്ലാം കൂടി ഒരുമിച്ച് ഓരോ സിലബസ് നോക്കിയാൽ എനിക്ക് മനസ്സിലാവും എല്ലാം ജസ്റ്റ് കീവേഡ് മാത്രമാണ് സിലബസ് പറയുന്നത്. കറക്റ്റ് സിലബസ് ആണെന്ന് നോക്കുമ്പോൾ കുറെ ഉണ്ടെങ്കിലും സൈക്കോളജിയിലൊക്കെ കുറെ കീവേഡ്സ് മാത്രമാണ് പറയുന്നത്. അപ്പൊ എനിക്കാണെങ്കിൽ ഞാൻ പൊളിറ്റിക്കൽ സയൻസിലായിരുന്നു എൻ്റെ ഡിഗ്രി. അപ്പോൾ ഈ സോഷ്യോളജി ആയിട്ടോ അല്ലെങ്കിൽ സൈക്കോളജി ആയിട്ടോ എനിക്ക് വലിയൊരു റിലേഷൻഷിപ്പ് ഇല്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പെപ്പിൽ ജോയിൻ ചെയ്ത സമയത്ത്. അപ്പോൾ 3 മാസത്തെ ഒരു ക്രാഷ് കോഴ്സ് ആയിരുന്നു ഞാൻ ചെയ്തിരുന്നത്. അതില് അങ്ങനെയാണ് എൻ്റെ സ്ട്രാറ്റജി അങ്ങനെയായിരുന്നു. പിന്നെ ഇതിൽ പ്രധാനമായിട്ട് പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആദ്യം നിങ്ങൾ പ്രിപ്പറേഷൻ തുടങ്ങുന്നതിന് മുമ്പ് ചെയ്യേണ്ടത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ അനലൈസ് ചെയ്യുക എന്നുള്ളതാണ്. കഴിഞ്ഞ ഒരു 4-5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക. അതിനിപ്പോ സോഷ്യൽ വർക്കിന്റെ CUTയുടെ നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടാൻ കുറവായിരിക്കും ഉണ്ടാവുക. CUT തുടങ്ങിയിട്ട് 2 വർഷമൊക്കെ ആവുന്നുണ്ടാവുള്ളൂ ഈ MA സോഷ്യൽ വർക്കിന്. പ്രത്യേകിച്ച് DSSW ഇതിനു മുമ്പ് നടത്തിയ DUT ആയിരുന്നു. അപ്പൊ അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് അത് ചെയ്ത് നോക്കിയിട്ട് അത് ചെയ്യുമ്പോൾ തന്നെ ഓരോ ഓപ്ഷനിലും ഒരു ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് ഓപ്ഷൻ ഉണ്ട്, 4 ഓപ്ഷൻ ഉണ്ടെങ്കിൽ ആ 4 ഓപ്ഷനിലും ഓരോ ക്വസ്റ്റ്യൻ കണ്ടെത്തുക. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഇതിന്റെ ഒരു പാറ്റേൺ കിട്ടും. എങ്ങനെയാണ് എക്സാം എഴുതുന്നത്, എക്സാമിന്റെ ക്വസ്റ്റ്യൻ വരുന്ന പാറ്റേൺ നിങ്ങൾക്ക് ആദ്യം മനസ്സിലാവും. അത് കഴിഞ്ഞിട്ട് ആ പാറ്റേൺ വെച്ചിട്ട് വേണം നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഇരിക്കേണ്ടത്. അപ്പോൾ ഇതിലേക്ക് ഇത്രയാണ് DSSWനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നമുക്ക് അതിലേക്ക് പോവാം. താങ്ക് യു നിയാസ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഇൻസൈറ്റ്സ് ആണ് നിയാസ് തന്നിട്ടുള്ളത്. കാരണം നമ്മളെ ഏതൊരു പരീക്ഷയും, പ്രത്യേകിച്ച് ഇപ്പൊ നിങ്ങളിപ്പോ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഡിഗ്രിയിൽ ഇപ്പൊ നിങ്ങൾ എഴുതുന്ന പരീക്ഷ എങ്ങനെയായിട്ട് വെച്ച് കഴിഞ്ഞാല്
നമുക്കൊരു ചോദ്യം ഉണ്ടാവുന്നു, ആ ചോദ്യത്തിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഉത്തരം, അതായത് നിങ്ങൾക്ക് ഒരു ഡിസ്ക്രിപ്റ്റീവ് സ്വഭാവത്തിൽ എക്സാമിനേഷൻ എഴുതാനുള്ള ഓപ്ഷനാണ് സ്വാഭാവികമായിട്ടും ഉണ്ടാവും. അപ്പൊ നമുക്ക് അറിയുന്നതും അറിയാത്തതും നമ്മുടെ ഭാവനയിൽ തോന്നുന്നതും തോന്നാത്തതുമായിട്ടുള്ള സംഗതികളെ നമ്മൾ അങ്ങോട്ട് പേപ്പറിൽ മറിച്ചിട്ടാണ് ബേസിക്കലി ചെയ്യാം. സ്വാഭാവികമായിട്ടും ആ ഒരു പാറ്റേണിൽ നിന്നും ഒബ്ജക്റ്റീവ് എക്സാമിനേഷനിലേക്ക് വരുന്ന സമയത്ത് ടു ബി സ്പെസിഫിക് നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടാവും, 4 ഓപ്ഷൻ ഉണ്ടാവും. ആ 4 ഓപ്ഷനിൽ ഒന്ന് മാത്രമാണ് ശരി. ആ ഒരു ടു ബി സ്പെസിഫിക്കിലേക്ക് വരാന്നതാണ്. അപ്പൊ നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എപ്പോഴും എന്തായിരിക്കണം, ഒരു ഒബ്ജക്റ്റീവ് ലെവലിലേക്ക് എങ്ങനെ മാറ്റി ഈ ഒരു പാരഗ്രാഫിൽ നിന്നും ഒബ്ജക്റ്റീവ് ലെവലിലേക്ക് എന്തൊക്കെ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്. അപ്പം നിയാസ് പറഞ്ഞ പോലെ തന്നെ ഏറ്റവും ബെസ്റ്റ് മെത്തഡോളജി എന്ന് പറയുന്നത് റിവേഴ്സ് ആയിട്ട് നിങ്ങൾ പഠിക്കുക എന്നുള്ളതാണ്. അതായത് ഫ്രം ദ ക്വസ്റ്റ്യൻസ് യു അണ്ടർസ്റ്റാൻഡ് ദ സിലബസ്. നിങ്ങൾ ചോദ്യത്തിലൂടെ നിങ്ങൾ സിലബസിലേക്കും നിങ്ങൾ ആ ഒരു പാറ്റേണിലേക്കും ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളത്. അതിന് നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കേണ്ടി വരും. കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാൻ നിങ്ങൾക്ക് പെപ്പ് ലേണിംഗ് ആപ്പിൽ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ്. ക്വസ്റ്റ്യൻസ് ഇതുമായി ബന്ധപ്പെട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുമ്പോൾ അത് കറക്റ്റായി ബന്ധപ്പെട്ട സംഗതികളൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ടാവും. എത്ര സമയം നിങ്ങൾ എടുത്തിട്ടുള്ളത് ചോദിക്കുന്നുണ്ടാവും. നിയാസിന്റെ നമ്പറോട് നിയാസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിയാസിനോട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഹെൽപ്പ് ചെയ്യാം, മെന്റർഷിപ്പ് ചോദിക്കാം, ഒന്നും കുഴപ്പമില്ല. കാരണം നമ്മള് പരസ്പരം സഹകരിച്ചും നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്തും ഒക്കെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഒരു കരിയർ മേഖലയിലേക്ക് എത്തിക്കുന്നത്. അങ്ങനെ കുറച്ചുകൂടി പ്രൊഫഷണൽ ആയിട്ട് നിങ്ങൾക്ക് സാമൂഹ്യ പ്രവർത്തനം എന്ന് പറയുന്നത് ഒരു പ്രൊഫഷണലി നിങ്ങൾക്ക് കൈകാര്യം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ വലിയ സാധ്യതയാണ് സോഷ്യൽ വർക്കേഴ്സിനുള്ളത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പുതിയ കാലത്ത് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടില് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പ്രശ്നങ്ങളും പ്രളയങ്ങളും ദുരിതങ്ങളും ഒക്കെ ഉണ്ടാകുന്ന സമയത്തൊക്കെ സോഷ്യൽ വർക്കേഴ്സിന് ആവശ്യമുണ്ട് എന്ന് പറയുന്നത് നിങ്ങൾ നിരന്തരമായിട്ട് കാണുകയും കേൾക്കുന്നുണ്ടാവും. ഗവൺമെന്റിന്റെ പല പ്രൊജക്ടുകളും സോഷ്യൽ വർക്കേഴ്സിന് ആവശ്യമുണ്ട്. ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസിൽ അവർ ആവശ്യം ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ ഗവൺമെന്റിനെ പോലെ തന്നെയുള്ള നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻസ് NGOകളിൽ ആവശ്യം ഉണ്ടാവാറുണ്ട്. കോർപ്പറേറ്റ് കമ്പനികളിൽ ആവശ്യം ഉണ്ടാവാറുണ്ട്. വ്യത്യസ്തമായിട്ടുള്ള പ്രൊജക്ടുകൾ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് കൗൺസിലിംഗ് മേഖലയാണെങ്കിലും ഡിസബിലിറ്റി സ്റ്റഡീസ് സ്വഭാവത്തിലാണെങ്കിലും അതുപോലെ തന്നെ പീഡിയാട്രിക്സും ജെറിയാട്രിക്സും ഒക്കെ പോലെയുള്ള പല പല മേഖലകളിലും ഉണ്ട് സോഷ്യൽ വർക്കേഴ്സിന് ആവശ്യമുണ്ട്. അപ്പം നിങ്ങളുടെ ഒരു കരിയറിൽ നിങ്ങൾക്കൊരു ബെസ്റ്റ് ഓപ്ഷനിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ അതിലെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കുക എന്നുള്ളത്. അതായത് നമ്മൾ എപ്പോഴും നല്ലൊരു പ്രൊഡക്റ്റ് ആയിട്ട് പുറത്തിറങ്ങുക, നമ്മൾ നല്ല പ്രൊഡക്റ്റ് ആയിട്ട് പുറത്തിറങ്ങുന്നത് നല്ലൊരു സ്ഥാപനത്തിൽ എത്തിപ്പോഴാണ് എന്നുള്ളത്. ഇപ്പൊ നിങ്ങൾ കേരളത്തിലാണ് നോക്കുന്നതെങ്കിൽ, ഒരു പക്ഷെ പുറത്തു പോയി പഠിക്കാൻ താല്പര്യമുള്ള ഇല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലുള്ള ഓപ്ഷൻസിനെ കുറിച്ചുകൂടി ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കാമെന്ന് കരുതുന്നു. കേരളത്തിലാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ കേരളത്തിലെ യൂണിവേഴ്സിറ്റി ക്യാമ്പസുകൾ നിങ്ങളുടെ ഒരു ഫസ്റ്റ് പ്രിഫറൻസുകളിൽ വരുന്നു. പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റി ക്യാമ്പസുകൾ എന്ന് പറയുന്ന സമയത്ത് ഈ പറയുന്ന പോലെ കേരള യൂണിവേഴ്സിറ്റി, MG യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസുകളിലല്ല, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അഫിലിയേറ്റഡ് കോളേജസിലൊക്കെയാണ് വരുന്നത്. കണ്ണൂർ യൂണിവേഴ്സിറ്റി പോലെയുള്ള യൂണിവേഴ്സിറ്റി ക്യാമ്പസുകൾ പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അതുപോലെ തന്നെ രാജഗിരി സ്കൂൾ ഓഫ് സോഷ്യൽ വർക്ക് പ്രധാനപ്പെട്ട ഇന്ത്യയിലെ തന്നെ ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പെട്ടൊന്നാണ് രാജഗിരി ഒക്കെ പോലെയുള്ള സ്ഥാപനങ്ങൾ. അങ്ങനെയൊക്കെയുള്ള സ്ഥാപനങ്ങളിലേക്ക് എത്തിപ്പെടണമെന്നാണ് ശ്രമിക്കേണ്ടത്. അല്ലാതെ നമ്മളൊരു അത്യാവശ്യം നിലവാരമുള്ള ഒരു ക്യാമ്പസിലല്ലാതെ നിങ്ങൾ ഡിഗ്രി ലെവൽ വരെയൊക്കെ നമുക്ക് ഓക്കെയാണ്. ഡിഗ്രിക്ക് ശേഷം ഈ പറയുന്ന പോലെ പോസ്റ്റ് ഗ്രാജുവേഷൻ ലെവലിലേക്ക് പോകുന്ന സമയത്ത് നമ്മളൊരു ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ എത്തിപ്പെടുക എന്നുള്ളത് പ്രധാനപ്പെട്ട സംഗതിയാണ് എന്നുള്ള കാര്യം കൂടി സൂചിപ്പിക്കുകയാണെന്നുള്ളത്. ഇതിന്റെ മറ്റു സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചോദിക്കാം, അൺമ്യൂട്ട് ചെയ്തൊക്കെ ചോദിക്കാം. അനന്യ ചോദിക്കുന്നുണ്ട്, ഫീ ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് അതൊന്ന് പറഞ്ഞു. ഓക്കെ. അപ്പോ ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ ഇവിടെ MSWന്റെ ഫീസ് ഇയർലി ആണ്. അപ്പോൾ ഫസ്റ്റ് ഇയർ നിങ്ങൾക്ക് വന്നത് 20,000 സംതിങ് ആണ്. പിന്നെ പ്ലേസ്മെന്റിനെ കുറിച്ച് പറഞ്ഞത് 100% ആണ് പ്ലേസ്മെന്റ്. എന്നാലും ഒരു 98 ഒക്കെ പ്രതീക്ഷിക്കാം എന്ന് പറഞ്ഞാൽ അത്ര പ്ലേസ്മെന്റ് ഇല്ല എന്നല്ല. പ്ലേസ്മെന്റ് 100% ആണെങ്കിൽ പോലും നമ്മുടെ അറ്റൻഡൻസിന്റെ കാര്യം, നമ്മുടെ ഭാഗത്ത് നിന്ന് അങ്ങോട്ട് പോകുന്ന റെസ്പോൺസും നമ്മുടെ ആക്ടിവിറ്റീസും ഒക്കെ അതിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ 20,000 സംതിങ് ഫസ്റ്റ് ഇയറിൽ വരും. സെക്കൻഡ് ഇയർ ആകുമ്പോഴും ഏകദേശം ആ ഒരു റേഞ്ചിൽ വരും. അപ്പൊ അറൌണ്ട് ഒരു 40,000 2 വർഷത്തേക്ക് വരും ഫീസിന്റെ കാര്യത്തിൽ. പിന്നെ പാക്കേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം 30K പെർ മന്ത് ആണ് സ്റ്റാർട്ടിങ് ഉണ്ടാവാറ്. അതിൽ ഒരു 35, 40 ലെവലാണ് ആവറേജ് ആയിട്ട് മന്ത്ലി പാക്കേജ് സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടാവാറുള്ളത്. ഇത് ആവറേജ് ആണ്. ഇതിൽ കൂടിയതും വരാം
ചെറുതായിട്ട് അത് കുറഞ്ഞിട്ടുണ്ട്. ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ഓർഗനൈസേഷൻ. നമ്മൾ ഏത് ഓർഗനൈസേഷനിലേക്കാണ് നമുക്ക് കിട്ടുന്നത് അവരുടെ ഇതൊക്കെ വെച്ചിട്ട് ഡിഫറൻസുകൾ ഉണ്ടാവുന്നതാണ്. ഈ പ്ലേസ്മെന്റിനെ കുറിച്ച് നിങ്ങൾ നോക്കുന്ന സമയത്ത് മനസ്സിലാക്കേണ്ടത് നമ്മുടെ കൂടി പെർഫോമൻസ് അനുസരിച്ചാണ് പ്ലേസ്മെന്റുകൾ എപ്പോഴും എന്ത് ചെയ്യുക. യൂണിവേഴ്സിറ്റി അതിനാവശ്യമായിട്ടുള്ള സജ്ജീകരണങ്ങളും അതിനാവശ്യമായിട്ടുള്ള സന്നാഹങ്ങളും പിന്നെ അവിടുത്തെ അലൂമിനി നെറ്റ്വർക്കിനൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള കണക്ടിവിറ്റിയാണ് ബേസിക്കലി ചെയ്യുക. ഇതുപോലെ തന്നെ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ് നിങ്ങൾക്ക് വലിയ ഓപ്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന മറ്റൊരു സ്ഥാപനമാണ്. 100% പ്ലേസ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷനാണ് ടിസ് എന്ന് പറയുന്നത്. ടിക്സിനെ കുറിച്ച് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള വേറൊരു സെഷൻ നമ്മൾ വേറെ ദിവസം വെക്കുന്നുണ്ട്. നിങ്ങൾക്കും താല്പര്യം ഉണ്ടെങ്കിൽ ആ സെഷനിലൂടെ പങ്കെടുക്കാം. അതിന് ടിസ്സിൽ പഠിക്കുന്ന ആളുകൾ ആ ടിസ്സിലുള്ള സെഷനിൽ നമ്മൾ പങ്കെടുപ്പിക്കുന്നതായിരിക്കും. അപ്പൊ ടിസ്സില് CUT അല്ലാത്ത മറ്റു ചില പ്രോസസ്സ് കൂടി ഉണ്ട് ടിസ്സില് ഡാഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡീറ്റെയിൽ അപ്ലിക്കേഷൻ ഫോമും പേഴ്സണൽ ഇന്റർവ്യൂ ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൂടി നോക്കാവുന്നതാണ്. കേരളത്തിലുള്ള യൂണിവേഴ്സിറ്റിയെ കുറിച്ച് ഞാൻ പറഞ്ഞു ജലീല. കേരളത്തിലുള്ള യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ കേരള യൂണിവേഴ്സിറ്റി ഉണ്ട്, MG യൂണിവേഴ്സിറ്റി ഉണ്ട്, കാലടി യൂണിവേഴ്സിറ്റി ഉണ്ട്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, കണ്ണൂർ യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ രാജഗിരി ഒക്കെ പോലുള്ള ക്യാമ്പസുകൾ, പിന്നെ പ്രധാനപ്പെട്ട മറ്റു ഓട്ടോണമസ് ക്യാമ്പസുകളിലും സോഷ്യൽ വർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ക്യാമ്പസുകളൊക്കെ ഉണ്ട്. സെൽഫ് ഫിനാൻസിങ്ങിലും എയ്ഡഡിലും ഒക്കെ പ്രൊവൈഡ് ചെയ്ത ക്യാമ്പസുകളുണ്ട്. നിങ്ങൾ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ യൂണിവേഴ്സിറ്റി ക്യാമ്പസുകൾ, യൂണിവേഴ്സിറ്റി സെന്ററുകൾ എന്നെ ഫോക്കസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. നമ്മൾ പുറത്ത് പോയി, അതായത് വിദേശത്ത്, അവിടെ ലണ്ടനിലൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ പോകേണ്ട ഇതൊക്കെ എങ്ങനെയാണ്? അബ്രോഡ് സ്റ്റഡീസ് എന്ന് പറയുന്നത് അത് വേറെ തന്നെ ഒരു പ്രോസസ്സാണ്. നമ്മള് അതിന് വേറെ തന്നെ ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയും ഏർലി സ്റ്റേജിലുള്ള അതുമായി ബന്ധപ്പെട്ടുള്ള സംഗതികളൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ അടുത്ത വർഷം ഇപ്പം 2 സ്വഭാവത്തിൽ ഇൻടേക്ക് ആണ് സാധാരണഗതിയിൽ അബ്രോഡ് യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടാവുക. ഒന്നൊരു ജാനുവരി ഇൻടേക്കും ഒരു സെപ്റ്റംബർ ഇൻടേക്കും ആണ് ഉണ്ടാവുക. അപ്പൊ നിങ്ങളിപ്പോ അടുത്ത വർഷത്തെ ഒരു സെപ്റ്റംബർ ഇൻടേക്കിനൊക്കെ വേണ്ടി നിങ്ങൾ ഇപ്പോഴേ പ്രിപ്പറേഷൻ നടത്തി കഴിഞ്ഞാൽ മാത്രമേ ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് നിങ്ങൾക്ക് എത്തിപ്പെടാനൊക്കെ പറ്റുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ അതിന് നല്ല ഭയങ്കര ഫിനാൻഷ്യലി ഒക്കെയുള്ള കപ്പാസിറ്റി ഉള്ള ആളുകളായിട്ട് മാറുന്നതാണ്. കുറച്ചുകൂടി നിങ്ങൾക്ക് ഏതെങ്കിലും സ്വഭാവത്തിലൊക്കെ സ്കോളർഷിപ്പ് സാധ്യത ഇല്ലെങ്കിൽ അവർ പരിശോധിക്കുന്നത് ഒന്ന് നിങ്ങളുടെ അക്കാഡമിക് പെർഫോമൻസ് ബേസിക്കലി പരിശോധിക്കും. പിന്നെ നിങ്ങൾക്കുള്ള ഈ പറഞ്ഞ പോലെ SOP സ്റ്റേറ്റ്മെന്റ് ഓഫ് പർപ്പസ് സ്വാഭാവികമായിട്ടും അതിന്റെ ഒരു ക്വാളിറ്റിക്ക് അനുസരിച്ചാണ് നല്ല യൂണിവേഴ്സിറ്റിയിലേക്ക് കിട്ടുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എത്രത്തോളം സ്വഭാവത്തിൽ മറ്റു രീതിയിലുള്ള സർട്ടിഫിക്കേഷൻസ് ഉണ്ട്, ഏതെങ്കിലും സ്വഭാവത്തിൽ എക്സ്പീരിയൻസ് ഉണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും സ്വഭാവത്തിൽ ആക്ടിവിറ്റി, പ്രത്യേകിച്ച് സോഷ്യൽ വർക്കൊക്കെ പോലെയുള്ള കോഴ്സുകളിലേക്ക് പോകുന്ന സമയത്ത് അത് പരിഗണിക്കുന്ന ഒരു സാധനമാണെന്ന്. അപ്പൊ അത്തരം എൻക്വയറി ഉണ്ടെങ്കിൽ യു കൻ കോൺടാക്ട് മീ പേഴ്സണലി. ഐ ഓൾസോ ഹെൽപ്പ് ഫോർ ദാറ്റ് ഷെബിന. ഓക്കെ. പിന്നെ കുറച്ച് കാര്യം കൂടി പറയാനുണ്ട്. ഒന്നാമത്തെ കാര്യം അലുമിനേറ്റ് വർക്കിനെ കുറിച്ചാണ്. അപ്പോ അവിടുത്തെ ഇന്ത്യയിലെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി ആകുമ്പോഴത്തേന് അത്രയും വലിയ അലുമിനേറ്റ് വർക്കും DSW ഉണ്ട്. അപ്പോൾ പുറത്തായാലും ഇന്ത്യക്ക് പുറത്തായാലും ഇന്ത്യക്കുള്ളിലായാലും പല ഇതിന്റെയും ഹെഡായിട്ട് നിൽക്കുന്നു. നമ്മൾ പോകുന്ന ചിലപ്പോൾ വലിയ NGOയുടെ ഒക്കെ തലപ്പത്ത് നിൽക്കുന്ന ആൾ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് പഠിച്ചവരായിരിക്കും ഉണ്ടാവുക. പിന്നെ ഫാക്കൽറ്റി ആണെങ്കിൽ തന്നെ അധികം അവിടുത്തെ അലുമിനീസ് ആയിരിക്കും ഉണ്ടാവുക. നമ്മൾ പഠിപ്പിക്കുന്ന ഫാക്കൽറ്റിയിൽ പകുതിയിലേറെ പേര് DSW തന്നെ ഡിഗ്രി PGയും PhDയും കഴിഞ്ഞു വന്ന ആളുകളാണ് ഉണ്ടാവുക. അപ്പോൾ ആ ഒരു സാധനം ഉണ്ട്. പിന്നെ അറ്റൻഡൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 75% അറ്റൻഡൻസ് മാൻഡറ്ററി ആണ് തിയറട്ടിക്കൽ ക്ലാസ്സിന്. പിന്നെ ഉള്ളതാണ് നമുക്ക് 90% ഫീൽഡ് വർക്ക് അറ്റൻഡൻസ് നിർബന്ധമാണ്. എന്ന് പറയുമ്പോൾ ഒരു സെമസ്റ്ററിൽ മാക്സിമം 3 ലീവൊക്കെ ഫീൽഡ് വർക്കിന് കൂടുതൽ എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതൊരു കാര്യമാണ്. പിന്നെ ഡൽഹിയിലെ ക്ലൈമറ്റ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ചിലർക്ക് ഭയങ്കര സെൻസിറ്റീവ് ആളുകളാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഡൽഹിയിലെ ഏറ്റവും തണുപ്പും ഏറ്റവും ചൂടുള്ള കാര്യം. പിന്നെ ലാസ്റ്റ് ഉള്ളതാണ് ലാംഗ്വേജ് നമ്മൾ റൂറൽ കമ്മ്യൂണിറ്റിക്ക് ഇറങ്ങാനുള്ളവരാണ്. അപ്പോൾ അതുകൊണ്ട് ഹിന്ദി ഒരു ബേസ് ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ അത് ഇനീഷ്യൽ സ്റ്റേജിൽ കുറച്ച് പ്രയാസം ഉണ്ടാക്കും. അപ്പൊ ആ കാര്യം കൂടി പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടെങ്കിൽ ലാംഗ്വേജിലും കൂടി ഒന്ന് ബ്രഷപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, പിന്നെയും ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന സംഗതിയുള്ളൂ. നിങ്ങള് കുടുങ്ങിയാലേ ഏത് ഭാഷയും സംസാരിക്കാൻ പറ്റുന്നുള്ളതാണ് മലയാളികളുടെ നമ്മുടെ ഒരു പൊതു. പിന്നെ നമ്മൾ മൊത്തം ഒരു മലയാളി നെറ്റ്വർക്കിലാണ് കുടുങ്ങുന്നതെങ്കിൽ പിന്നെ അവര് മലയാളം പറയുക എന്നുള്ളതാണ് ബേസിക്കലി അതിൽ സംഭവിക്കുക എന്നുള്ളതാണ് എല്ലാവർക്കും. ഇപ്പം പുറത്തൊക്കെ പോകുന്ന സമയത്ത് ഞാൻ പറഞ്ഞതിൽ വളരെ പ്രധാനപ്പെട്ടെങ്കിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഒക്കെ പോലെയുള്ള യൂണിവേഴ്സിറ്റികൾ പ്രിഫർ ചെയ്യുന്ന സമയത്ത് അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള സംഗതി, അതുപോലെ തന്നെ അവിടുത്തെ ഒരു ഭാഷ, അതുപോലെ തന്നെ ക്ലൈമറ്റ്. ഇപ്പൊ ഫോറിൻ യൂണിവേഴ്സിറ്റി പോവുകയാണെങ്കിലും ഈ ക്ലൈമറ്റ് ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. എല്ലാവർക്കും എല്ലാ ക്ലൈമറ്റും പറ്റിക്കൊള്ളുന്നില്ല. ഡൽഹിയൊക്കെ പോലെയുള്ള സ്ഥലത്ത് എക്സ്ട്രീം ക്ലൈമറ്റ് സിറ്റുവേഷൻ ഉണ്ടാവുക. തണുപ്പാണെങ്കിൽ പൊരിഞ്ഞ തണുപ്പ്
ചൂടാണെങ്കിൽ പൊരിഞ്ഞ ചൂട് എന്നുള്ള സ്വഭാവത്തിലാണ്. നോർത്ത് ഈസ്റ്റ് ഭാഗത്തേക്ക് പോകണമെങ്കിൽ അതിന്റെ ഡിഫറെന്റ് സ്റ്റേജുകളൊക്കെ ഉള്ളതാണ്. ഫോറിൻ കൺട്രീസിൽ പോകണമെങ്കിൽ ആ സ്വഭാവത്തിലൊക്കെ ഉള്ള സാധനം ഉണ്ടാവും. ഇതൊക്കെ നമ്മൾ അഡ്മിഷൻ അക്കാഡമിക്സിൽ ഒക്കെ ബാധിക്കുന്ന കേസാണ്. നല്ല തണുപ്പുള്ള സ്ഥലത്ത് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവും ചിലപ്പം. അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് പല ആളുകൾക്കും. ചൂടുള്ള സമയത്ത് അതുമായി ബന്ധപ്പെട്ടുള്ള രോഗങ്ങൾ, പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ട്. വെള്ളത്തിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. കാരണം അതുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഉപയോഗിക്കുന്ന സമയത്തുള്ള സംഗതി. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, പരിഗണിക്കണം എന്നുള്ള കാര്യം കൂടി ഈ അവസരത്തിൽ സൂചിപ്പിക്കാണ്. സോ വേറെന്തെങ്കിലും നിങ്ങൾക്ക് കൂടുതൽ അഡീഷണൽ സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. അഡ്മിഷനുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ യു കൻ കോൺടാക്ട് ഇൻ ദിസ് നമ്പർ 7025000555. ശരി. DSW ഹോസ്റ്റലിനെ കുറിച്ച് പറഞ്ഞു. അപ്പോ വിമൻസ് ഹോസ്റ്റലുണ്ട്, ബോയ്സിന് ഹോസ്റ്റലുണ്ട്. പക്ഷെ ഇൻടേക്ക് വളരെ കുറവാണ്. വളരെ കുറവാണ്. അതൊരു 8 പേര് 9 പേരൊക്കെ മാക്സിമം കിട്ടുള്ളൂ. അത് നമ്മുടെ മാർക്കിന്റെ മെറിറ്റിന്റെ ബേസിലായിരിക്കും ഉണ്ടാവുക. ഒരു എലിജിബിലിറ്റി ഉള്ളത് ഡൽഹി ഉള്ളവരാകരുത് മാത്രമേ എലിജിബിലിറ്റി ഉള്ളൂ. അപ്പൊ നമ്മൾ കേരളത്തിൽ അത്രയും ഡിസ്റ്റൻസ് ഉണ്ട് എന്നുള്ളത് ഒരു എലിജിബിലിറ്റി ആയി എടുക്കില്ല. ഡൽഹിയിൽ ഡൽഹി റെസിഡൻസ് ആകരുത് എന്നുള്ളത് മാത്രം ഒരൊറ്റ എലിജിബിലിറ്റി അത് പറയുന്നുള്ളൂ, ഫസ്റ്റ് സാധനം. പിന്നീട് നമ്മുടെ മാർക്കിന്റെ മാത്രം ബേസിലാണ് പോസ്റ്റ് അലോക്കേഷൻ ഉണ്ടാവുക. പിന്നെ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ പൊതുവെ മറ്റു യൂണിവേഴ്സിറ്റികളെ പോലുള്ള ഒരുപാട് ഒരുമിച്ച് താമസിക്കുകയൊക്കെ ചെയ്യുന്ന സംവിധാനങ്ങളാണ് കുട്ടികൾ പ്രിഫർ ചെയ്യാറുള്ളത്. പെയിങ് ഗസ്റ്റുകളായിട്ടും അതുപോലെ തന്നെ ഒരുമിച്ച് റൂം എടുക്കുകയൊക്കെ ചെയ്യുന്ന സ്വഭാവത്തിൽ അത്തരം ഒരുപാട് സംവിധാനങ്ങൾ അവിടെ അവൈലബിൾ ആണ്. ഔട്ട് ഓഫ് ക്യാമ്പസ് അക്കോമഡേഷൻ ഫെസിലിറ്റിയെ കുറിച്ചാണ് ആളുകൾ ട്രൈ ചെയ്യാറുള്ളത്. ചില യൂണിവേഴ്സിറ്റികൾ നല്ല ഹോസ്റ്റൽ ഫെസിലിറ്റി ഉള്ള യൂണിവേഴ്സിറ്റികളുണ്ട്. അലിഗഡ് ഒക്കെ നോക്കുകയാണെങ്കിൽ അലിഗഡിൽ ഹോസ്റ്റൽ ഫെസിലിറ്റി പൊതുവെ ഉണ്ടാവാറുണ്ട്. അവൈലബിൾ ആകുന്ന സ്വഭാവത്തിലുള്ളതുണ്ട്. പോണ്ടിച്ചേരി ആണെങ്കിലും അവൈലബിൾ ആകുന്ന സ്വഭാവത്തിലുള്ളത്. അതൊക്കെ പ്രധാനപ്പെട്ട സ്ഥലം. വേറെ ഏതെങ്കിലും സംശയങ്ങളുണ്ടോ? ഡൗട്ട്സ്, എനിത്തിങ് എൽസ്? സർ, നമ്മള് MSW എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒരുപാട് പേര് പറയുന്നത് കേട്ടിട്ടുണ്ട്. അതായത് ഇന്ത്യനെക്കാട്ടിലും അബ്രോഡ് കുറച്ചും കൂടെ വർക്കിനൊക്കെ, സോഷ്യൽ വർക്കിനൊക്കെ ഇപ്പൊ കാനഡ പോലെയുള്ള രാജ്യങ്ങളിൽ ഭയങ്കര സ്കോപ്പാണ് അങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പം അത് എങ്ങനെയാ? സ്കോപ്പാണെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ലല്ലോ. അതിപ്പോ എല്ലാ കോഴ്സിനും അങ്ങനെ തന്നെയാണ്. അപ്പൊ നിങ്ങളിവിടെ MA ഇംഗ്ലീഷ് എടുക്കണേക്കാളും നല്ലതല്ലേ UK പോയിട്ട് എടുക്കുന്നത്. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പേഴ്സൺ, അപ്പോൺ ദ കോഴ്സ്. നമ്മൾ എന്ത് കോഴ്സ് എടുക്കുന്ന സമയത്തും അതുമായി ബന്ധപ്പെട്ടുള്ള ഇന്ത്യയിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറഞ്ഞാൽ ലോകോത്തര നിലവാരത്തിലൊക്കെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ തന്നെയാണ്. നമുക്ക് പുറത്തുള്ള കൺട്രീസിലുള്ള യൂണിവേഴ്സിറ്റികൾ എന്ന് പറയുന്ന സമയത്ത് അവിടെയും പല ലെവൽ ഓഫ് യൂണിവേഴ്സിറ്റീസ്, പല കാറ്റഗറി ഓഫ് യൂണിവേഴ്സിറ്റി. അപ്പോ ആ സ്വഭാവത്തിൽ നോക്കുന്ന സമയത്ത് ഇന്ത്യയിലെ ഏറ്റവും നല്ലൊരു യൂണിവേഴ്സിറ്റിയെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ആ യൂണിവേഴ്സിറ്റി ഇപ്പോൾ ഡൽഹി വർക്ക് പോയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അബ്രോഡിൽ പോയിട്ട് ജോലി ചെയ്യാനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഹയർ സ്റ്റഡീസിനൊക്കെ പോകാനൊക്കെ ഉള്ള ഓപ്ഷൻസ് ഡെഫിനറ്റ്ലി ഉണ്ടാവുന്നതാണ്. PG ലെവലിൽ തന്നെ നിങ്ങൾ അങ്ങനെ നോക്കുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും ആ സ്വഭാവത്തിൽ ടോപ്പ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികളെ മാപ്പ് ചെയ്തിട്ട് പോകണം എന്നുള്ളതാണ് പറയുന്നത്. ക്വാളിറ്റി വൈസ് നോക്കുകയാണെങ്കിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ നല്ല ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ യൂണിവേഴ്സിറ്റി ഒക്കെ തന്നെയാണ്, തർക്കമൊന്നുമില്ല. പിന്നെ ഇതെല്ലാം നമ്മുടെ സാഹചര്യവും നമ്മുടെ സിറ്റുവേഷനും ഒക്കെ അനുസരിച്ചാണ് നമ്മൾ നോക്കേണ്ടത്. പുറത്തുള്ളത് അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ടാവും, ഡെഫിനറ്റ്ലി തർക്കമൊന്നുമില്ല. ഈ സോഷ്യൽ വർക്ക് ആസ് എ കരിയർ എന്നുള്ള നിലയ്ക്ക് വലിയ സാധ്യത പുറത്തുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. നമ്മുടെ നാട്ടിൽ അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് കൂടുതലായിട്ട് ഇങ്ങനെ ഡെവലപ്പായി വരുന്നതേ ഉള്ളൂ. അത് കുറച്ചുകൂടി കഴിയുമ്പോൾ നല്ല രീതിയിലുള്ള ഫ്ലോറിഷ് ആയിട്ട് മാറുന്നു. യൂണിവേഴ്സിറ്റി ട്രാൻസ്ഫർ ആക്കാൻ പറ്റുമോ? അങ്ങനെയാണ് യൂണിവേഴ്സിറ്റി എന്താ ഫാത്തിമ അർഷി എന്താ ഉദ്ദേശിച്ചത്? ഒന്ന് കൺഫ്യൂട്ട് ചെയ്ത് പറയും. ഒരു യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുത്തിട്ട് വേറെ യൂണിവേഴ്സിറ്റിയിലേക്ക് മാറാൻ പറ്റുമോ, അങ്ങനെയാണോ ചോദിക്കുന്നത്? അതെന്താ നിങ്ങൾ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് മനസ്സിലാവാത്തതുകൊണ്ടാണ്. ഫാത്തിമ അർഷി എന്തെങ്കിലും ഒരു കമന്റ് ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. Otherwise, you can ask questions in the group also. You can mention your queries. നിങ്ങളുടെ ചോദ്യങ്ങൾ ചോദിക്കാം.
കുഴപ്പമില്ല. നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഹെൽത്ത് ഇഷ്യൂസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ യൂണിവേഴ്സിറ്റി ചേഞ്ച് ചെയ്യാൻ പറ്റുമോ? യൂണിവേഴ്സിറ്റി ചേഞ്ച് ചെയ്യണമെങ്കിൽ ആ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നിങ്ങൾ അഡ്മിഷൻ ക്യാൻസൽ ചെയ്തിട്ട് വേറെ യൂണിവേഴ്സിറ്റിയിലേക്ക് അപ്ലൈ ചെയ്യണം. അപ്പൊ അവിടെ കിട്ടണേ കിട്ടും, അങ്ങനെ അല്ലാതെ ട്രാൻസ്ഫർ പരിപാടി ഇല്ല. ഒരു യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടി, ആ യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് പറ്റുന്നില്ല എങ്കിൽ യു ക്യാൻ ക്യാൻസൽ ദ അഡ്മിഷൻ. പിന്നെ അപ്പുറത്തെ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് കിട്ടും വേണം, എന്നാൽ മാത്രമേ അപ്പുറത്തെ യൂണിവേഴ്സിറ്റിയിലേക്ക് പോകാൻ കഴിയൂ. ഇതിന്റെ പ്രോസസ് കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കാം എങ്ങനെയാണെന്നുള്ളത്. ഫസ്റ്റ് നമ്മൾ CUT PG അപ്ലൈ ചെയ്യുന്നു. CUT PG എക്സാമിനേഷനുകൾ എഴുതുന്നു. എക്സാമിനേഷൻ എഴുതുന്ന സമയത്ത് നിങ്ങൾ യൂണിവേഴ്സിറ്റിയുടെ പ്രിഫറൻസ് മാത്രമല്ല നിങ്ങൾ ഉദ്ദേശിക്കുന്ന യൂണിവേഴ്സിറ്റി കൊടുത്തിട്ടുണ്ടാവും. അത് കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യുന്നു, നിങ്ങൾ എൻട്രൻസ് എക്സാമിനേഷന്റെ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന എൻട്രൻസ് എക്സാമിനേഷൻ റിസൾട്ട് വന്നതിന് ശേഷം, റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻട്രൻസ് എക്സാമിനേഷൻ സ്കോർ ആണ് പബ്ലിഷ് ചെയ്യുക. സ്കോർ എന്ന് പറയുന്ന സമയത്ത് ഈ വർഷം നിങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഈ വർഷം ഏകദേശം സോഷ്യൽ വർക്ക് എക്സാമിനേഷൻ എഴുതിയ കുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് 5660 സ്റ്റുഡൻസ് ആണ് എഴുതിയത്. അതിൽ 250 മാർക്സ് ആണ് ടോട്ടൽ വന്നിട്ടുള്ള മൊത്തം എഴുതിയ ആളുകൾ. 250 ആണ് മാക്സിമം വന്നിട്ടുള്ള മാർക്ക്. അതാണ് കട്ട് ഓഫ് അല്ല, മാക്സിമം മാർക്ക് അതാണ്. അതിന്റെ മുകളിലേക്ക് ആർക്കും കിട്ടിയിട്ടില്ല. അപ്പൊ അതിന് താഴെയാണ് എന്ത് ചെയ്തിട്ട് പിന്നെ അടുത്ത ഓപ്ഷൻസ് വരും. അപ്പം ഈ പറയുന്ന സ്കോർ കാർഡ് വെച്ചുകൊണ്ട് ഓരോരോ യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ സെപ്പറേറ്റ് അപ്ലൈ ചെയ്യണം. DSW ഡൽഹി യൂണിവേഴ്സിറ്റി അപ്ലൈ ചെയ്യണം, അതുപോലെ തന്നെ പോണ്ടിച്ചേരി അപ്ലൈ ചെയ്യണം, ബനാറസ് അപ്ലൈ ചെയ്യണം, IGT അപ്ലൈ ചെയ്യണം, RJ-NAVAD അപ്ലൈ ചെയ്യണം. ഇങ്ങനെ ഓരോ യൂണിവേഴ്സിറ്റിയും അപ്ലൈ ചെയ്യണം. അത് എങ്ങനെ യൂണിവേഴ്സിറ്റികൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ യൂണിവേഴ്സിറ്റികൾ ഈ അപ്ലൈ ചെയ്ത ആളുകളെ വെച്ചുകൊണ്ട് അവർ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. ആ റാങ്ക് ലിസ്റ്റിനനുസരിച്ച് അഡ്മിഷൻ എടുക്കുകയാണ് ചെയ്യുക. ഫസ്റ്റ് ലിസ്റ്റ് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. ആ റാങ്ക് ലിസ്റ്റിലുള്ള എല്ലാവരും അഡ്മിഷൻ എടുത്തിട്ടില്ലെങ്കിൽ സീറ്റ് വേക്കൻസി ഉണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും സെക്കൻഡ് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും, അങ്ങനെ തേർഡ് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും, പിന്നെ സ്പോട്ട് അഡ്മിഷൻ ഉണ്ടാവും. ഇങ്ങനെയാണ് ഇതിൽ പ്രോസസ്സ് നടക്കുക എന്നതാണ്. അപ്പൊ നമ്മൾ മാക്സിമം സ്കോർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള പ്രധാനപ്പെട്ട ക്രൈറ്റീരിയ. അതിനനുസരിച്ച് പോകാന്നുള്ളതാണ്. RJ-NAVAD ഗുഡ് ഓപ്ഷൻ ആണ്. RJ-NAVAD അവിടെ സ്പെഷ്യലൈസേഷൻ ഇൻ യൂത്ത് ഡെവലപ്മെന്റ് ആണ് കൊടുക്കുന്നത്. പെരുമ്പത്തൂരാണ്. അതൊക്കെയാണ്. എൻട്രൻസ് എക്സാമിനേഷന്റെ കോച്ചിങ് ടൈം നിങ്ങൾക്ക് ആപ്പിൽ പ്രീ റെക്കോർഡഡ് ക്ലാസ്സുകൾ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് കാണാം. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് അതിലുണ്ടാവും, മോക്ക് ടെസ്റ്റുകൾ ഉണ്ടാവും. അങ്ങനെയാണ് അതിന്റെ സിസ്റ്റം. ഫോർ മോർ ഡീറ്റെയിൽസ് യു ക്യാൻ കോൺടാക്ട് ഇൻ ദിസ് നമ്പർ 702500. ഓക്കെ, നമുക്ക് ഏകദേശം വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായെന്ന് തോന്നുന്നു. അപ്പോൾ യു പ്ലീസ് റിമെയിൻ ഇൻ ദ ഗ്രൂപ്പ്. വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ റിമെയിൻ ചെയ്യാം. വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഈ എന്താണെന്ന് അറിയാത്ത ആളുകൾ അല്ലെങ്കിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഇല്ലാത്ത ആളുകൾ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ യു കൻ കോൺടാക്ട് മീ പേഴ്സണലി. എന്റെ നമ്പർ കൂടി ഞാൻ അതിൽ ടൈപ്പ് ചെയ്യാം. ഐ വിൽ ആഡ് ടു ദ ഗ്രൂപ്പ്. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും നെറ്റ്വർക്കിലേക്കും ഒക്കെ ഷെയർ ചെയ്യാം. അടുത്ത വർഷത്തെ എൻട്രൻസ് എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യുന്ന ആള് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരളയാണ് ഫോക്കസ് ചെയ്യുന്നെങ്കിലും കുഴപ്പമൊന്നുമില്ല. യു ക്യാൻ ഗോ ഫോർ ദാറ്റ്. അടുത്ത വർഷത്തെ എൻട്രൻസ് എക്സാമിനേഷൻ പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾ സംബന്ധിച്ചിടത്തോളം ഇതിപ്പോ ഓഗസ്റ്റ് ആയി. ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി. നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ 7 മാസമാണ് മാക്സിമം ഉണ്ടാവുക. അപ്പൊ അതിനനുസരിച്ച് ഒരു പ്രിപ്പറേഷൻ പ്ലാനും പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയും നമ്മൾ ബിൽഡ് ചെയ്യും. ആ ബിൽഡ് ചെയ്യുന്നതനുസരിച്ച് നിങ്ങൾ പോവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എൻട്രൻസ് എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും എന്നതാണ്. അപ്പോ കൂടുതൽ ഡീറ്റെയിൽസും വിശദാംശങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് കണക്ട് ചെയ്യാം, കോൺടാക്ട് ചെയ്യാം, വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ചോദിക്കാം. DSSWയുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾക്ക് നിയാസിനെ തന്നെ കോൺടാക്ട് ചെയ്യാം. നിയാസ് നമ്പറോടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഒരുമിച്ച് ഒരു പിയർ ഗ്രൂപ്പ് നെറ്റ്വർക്ക് പഠിക്കുന്ന ആളുകളുടെ ഒരു കൂട്ടായ്മ ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അതുമായി ബന്ധപ്പെട്ട സംഗതി എന്ത് ചെയ്യാൻ പറ്റും, ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. സോ താങ്ക് യു വെരി മച്ച്. താങ്ക് യു നിയാസ്. താങ്ക് യു ഫോർ ദ ഇൻസൈറ്റ്ഫുൾ വേർഡ്സ്. നമുക്ക് നിങ്ങൾക്ക് തന്നെ ഈ പറയുന്ന പോലെ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് ഡൽഹി യൂണിവേഴ്സിറ്റി ഡൽഹി ഒക്കെ നിങ്ങൾ വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇഫ് യു ക്യാൻ ഓൾസോ വിസിറ്റ് ദ യൂണിവേഴ്സിറ്റി. അവിടെ സപ്പോർട്ടിനൊക്കെ നമ്മുടെ ടീം ആളുകളൊക്കെ ഉണ്ടാവും, കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കോളേജ് ടൂർ ഒക്കെ ഉണ്ടാവല്ലോ സ്വാഭാവികമായിട്ടും. അതൊക്കെ നിങ്ങൾക്ക് ഡൽഹിയിലേക്കൊക്കെ സാധാരണ ഇതിൽ ആളുകൾ പോകാറൊക്കെ ഉള്ളതാണ്. അങ്ങനെയൊക്കെ പോവാണെങ്കിൽ യൂണിവേഴ്സിറ്റികളൊക്കെ സന്ദർശിക്കാം. അതിൻ്റെ ഒരു സമയം കണ്ടെത്താം എന്നുള്ളതൊക്കെ അതിന്റെ ഭാഗമാക്കി ചെയ്യാവുന്നതാണ്. സോ താങ്ക് യു വെരി മച്ച്. താങ്ക് യു ഫോർ കമ്മിങ്. ഓൺലൈൻ സെഷൻ നമ്മുടെ 1 hour സെഷൻ ആയിരുന്നു ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ നിങ്ങൾ കൂടുതൽ എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ചോദിച്ചേക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും
ഒക്കെ നിങ്ങളുടെ ഗ്രൂപ്പിൽ പറയാം. എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നത്. താങ്ക് യു വെരി മച്ച്. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.